ഒരുപാട് നാളത്തെ എൻ്റെ ചിന്തയാണ്. അത് എന്നിൽപ്പെട്ട അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഒരു നടൻ രൂപപ്പെടാൻ പ്രധാന കാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ആഗ്രഹം സിനിമയാണെന്നിരിക്കെ, അഭിനയിക്കുകയാണെന്നിരിക്കെ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു ഒരു ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഷാജോൺ ചേട്ടനും സെറിനും ഒഴിച്ച് ബാക്കി 11 പേരും എനിക്ക് ഒരു പക്ഷേ അവരെ ഒരു 18 വർഷമായിട്ട് എനിക്കറിയാം. കാരണം ഞാനും അതേ നാടക സംഘത്തിൽ, ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിൽ ഞാനൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. ലോകധർമ്മി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബൈലൈൻ ലോകധർമ്മി എ സെൻറ്റർ ഫോർ തിയേറ്റർ ട്രെയിനിങ് റിസർച്ച് ആൻഡ് പെർഫോമൻസ് എന്നാണ്. അപ്പോൾ ഞാൻ സയൻസാണ് പഠിച്ചത്, കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. എനിക്ക് സ്കൂൾ ഡ്രാമയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പോയി പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നെപ്പോലെ ധാരാളം ആളുകൾ അവിടെ പോയി പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ പല കാരണങ്ങളാൽ ഉള്ള ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നാടകം കളിക്കുക എന്നുള്ളതിനപ്പുറം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ആക്ടിങ് ട്രെയിനിങ് അതിലൂടെ കടന്നു പോവുകയും കാരണം ആക്ടിങ് എന്താണെന്ന് കുറേ കൂടെ അറിഞ്ഞ് നാടകം ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു അതിൻ്റെ അവസരം ഉണ്ടാകുമെന്നുള്ളതാണ് വിചാരിച്ചത്. അങ്ങനെയാണ് 91 മുതൽ തന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 to 4 ആയിരുന്നു, ഇപ്പോൾ 10 to 4 ആണ് തിയേറ്റർ ട്രെയിനിങ് നടത്തുകയും ചെയ്യുന്നു. അതിനകത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വരികയും വർക്ക്ഷോപ്പുകൾ എടുക്കുകയും ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട തിയേറ്റർ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ വന്ന് ട്രെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ആക്ടിവിറ്റി അങ്ങനെ നടക്കുന്നുണ്ട്. രണ്ടാമത് നാടകരംഗത്ത് നടക്കുന്ന പുതിയ കാര്യങ്ങൾ എന്താണ്, എൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏരിയയെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ ആക്ടേഴ്സിന് അവയർനെസ് കൂടുക. മൂന്നാമത്തെ കാര്യമാണ് ഞങ്ങൾക്ക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻസ് ഉണ്ടാവുക, അത് കൊണ്ടുവരുന്ന കളിക്കുക, നമ്മളിവിടെ ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുക, മറ്റ് ഗ്രൂപ്പുകളെ ഇങ്ങോട്ട് വിളിക്കുക, അത് അന്ന് പോലെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. 97 ലോകധർമ്മി പേരിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ജോളി ആൻ്റണി എന്ന് പറഞ്ഞ ആക്ടറുണ്ട്. ജോളി അവിടെ ലൈറ്റ് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ആക്ടറായിട്ടും കർണഭാരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോളി പേഴ്സണലി അയാൾ ജോലി ചെയ്യുന്നത് ഒരു ടൈൽ പണിക്കാരനാണ് ബേസിക്കലി. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ഒരു ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അത് 2004 ബൈബിൾ കലോത്സവത്തിന് ഒരു സ്റ്റേജ് നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നെ വിളിച്ചു, ഞാൻ അതിനകത്ത് ചെയ്തു. അതിന് ശേഷമാണ് ജോയിച്ചേട്ടനാണ് എന്നെ ലോകധർമ്മിയിലേക്ക് വിടുന്നത്. നീ അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനവിടെ ലോകധർമ്മിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അന്ന് ഞാൻ ആദ്യം കണ്ടത് സെൽവൻ ചേട്ടനെ ഉണ്ടായിരുന്നു, സുമേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, സുധീർ ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് സാറിൻ്റെ അടുത്ത് ഇന്നലെ ജോയിച്ചേട്ടൻ പറഞ്ഞിട്ട് തന്നെയാണെന്ന് പറഞ്ഞ് അപ്പോൾ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞായറാഴ്ചകളിൽ അവിടെ ക്ലാസ്സിൽ വരും. ഞങ്ങൾ ഓരോരുത്തരും എല്ലാ വേഷങ്ങളും, ഞാൻ കർണനും ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല പല വേഷങ്ങളൊക്കെ അങ്ങോട്ട് മാറി മറിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഇന്ന് നാളെ കർണവാരം കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കർണവാരം കളിക്കും. അത്രയും ബൈഹാട്ടാണ് ആ നാടകം. ഇപ്പോൾ സീനിയേഴ്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സെൽവൻ ചേട്ടൻ എടുത്താൽ സെൽവൻ ചേട്ടൻ ഷൂട്ടിൻ്റെ സമയത്താണ് സെൽവൻ ചേട്ടൻ്റെ റിട്ടയർമെൻ്റ് ഉള്ളത്. ഒരു ഹെഡ് ലോഡ് വർക്കറായിരുന്നു, ലോഡിങ് അൺലോഡിങ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ് ലോഡ് വർക്കറായിരുന്നു. ആ കാലത്ത് നാടകം പൂത്തു നിന്ന കാലം എന്നൊക്കെ പറയില്ല, സത്യ നാടകം പൂത്തു നിന്ന കാലമാണ്. കേരളത്തിൽ ഉടനീളം സംഘങ്ങളും നാടകശാലകളും അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ നാടകമൊന്നും പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ദിവസം 6 ദിവസം കഴിഞ്ഞൊക്കെ വരുവുള്ളൂ. ആ കാലത്ത് ഏറ്റവും കൂടുതൽ നാടകം മത്സരങ്ങളുണ്ടായ കാലമാണ്. ചന്ദ്രാസ മാഷിൻ്റെ നാടകം ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ മത്സരിക്കാൻ വരും. അപ്പോൾ ആ നാടകങ്ങൾ ഒക്കെ കണ്ട് അങ്ങനെ കുറേ നാടകങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഒരു നല്ല ഗുരുവിനെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. മാഷിൻ്റെ അടുത്ത് പോവുകയും മാഷിനെ കാണുകയും എനിക്ക് മാഷിൻ്റെ ശിഷ്യനാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ഒരു കാലത്ത് തൃപ്പൂണിത്തുറയിൽ ഇങ്ങനെ നാടകമായിട്ട് വരണ കാലത്ത് ഞാൻ കൂടെ കൂട്ടാമെന്ന് പറയും. തൃപ്പൂണിത്തുറയിൽ 1990 അദ്ദേഹം നാടകം ചെയ്യാൻ വരികയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ലോകധർമ്മിയിലേക്ക് എൻ്റെ തുടക്കം. അല്ലെങ്കിൽ അയച്ചേട്ടൻ എടുത്താൽ അയച്ചേട്ടൻ ഒരു പെയിൻറ്റിങ്, വീട് പെയിൻറ്റിങ്ങിനൊക്കെ പോകുന്ന പെയിൻറ്റിങ് പണിക്കാരാണ്.
4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നാടകം കളിക്കുന്നത്. പിന്നെ വേറെ വലിയ സ്കൂളിലേക്ക് പോയി, ഹൈസ്കൂളിൽ പോയി. പിന്നെ നാടകം കളിക്കുന്നത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 7, 8, 9, 10 ഈ 3 വർഷം കളിച്ചു. പിന്നെ നാട്ടിലൊരു ചെറിയൊരു സമിതി പോലെയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി നാടകം കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ 1-2 വർഷം കടന്നുപോയി. പിന്നെ അതങ്ങ് ഇല്ലാതായി, ആ ഗ്രൂപ്പേ ഇല്ലാതായി. പിന്നെ എന്നെ ഈ എന്താ പറയണത്, തൊട്ടടുത്തുള്ള ചില കലാസമിതികൾ അഭിനയിക്കാനായിട്ട് വിളിക്കും. അതിൻ്റെ ഒരു സന്തോഷം, അങ്ങനെ പോയി കളിച്ചിട്ടുണ്ട്. പിന്നെ ആയപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ നിലനിൽക്കുന്നില്ല, പോകുക 1-2 നാടകം കഴിഞ്ഞ് പിന്നെ കളിക്കുന്നില്ല. അങ്ങനെ എനിക്കാണെങ്കിൽ നാടകം കളിക്കാനുള്ള ആഗ്രഹം എന്താ തന്നെ, വളരെയേറെ ആഗ്രഹം നാടകം ചെയ്യണം, കളിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ പത്രത്തിലൊരു പരസ്യം കണ്ട്, ലോകധർമ്മി തിയേറ്ററിലെ സ്ഥിരം നാടക പ്രവർത്തകരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറിനൊരു ലെറ്ററൊക്കെ എഴുതി സാറ് വിളിച്ച് അങ്ങനെയാണ് ലോകധർമ്മിയിൽ വന്നു വിട്ടത്. സുധീറേട്ടൻ എന്ന് പറഞ്ഞാൽ, സുധീറേട്ടൻ ആക്ച്വലി എന്നെ സ്കൂളിൽ നാടകം പഠിപ്പിക്കാൻ വന്നിട്ടുള്ള എൻ്റെ തിയേറ്റർ ടീച്ചറാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 3-4 നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരു തിയേറ്റർ ടീച്ചറാണ്. ഇപ്പോഴും സ്കൂളുകളിൽ നാടകം പഠിപ്പിക്കാൻ പോവുകയും ഇപ്പം യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ നാടകമൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു തിയേറ്റർ അധ്യാപകനാണ് സുധീറേട്ടൻ. ഞാൻ ഇങ്ങനെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം സത്യത്തിൽ തിയേറ്റർ തന്നെയാണ്. ഒരു മികച്ച, എൻ്റെ മനസ്സിൽ ഒരുപാട് തിയേറ്റർ സങ്കല്പങ്ങളും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലേകളും ഇപ്പോഴും പെൻഡിങ്ങിലാണ്, ക്യൂവിലാണ്. പക്ഷേ ഒപ്പം തന്നെ എനിക്ക് സിനിമ കൂടി അച്ചീവ് ചെയ്യണം, സിനിമയിൽ കൂടി നിൽക്കണം, ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു തിയേറ്റർ ചെയ്യണമെങ്കിൽ അതിന് സാമ്പത്തികം ആവശ്യമുണ്ട്, അതിന് കൂടെ നിൽക്കാൻ ടെക്നീഷ്യൻസിനെ ആവശ്യമുള്ളൂ. അങ്ങനെ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന നാടകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നല്ല സാമ്പത്തിക ചിലവുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാല് തിയേറ്ററിൽ കൂടി സ്ട്രോങ് ആയിട്ട്, സിനിമയിൽ കൂടി സ്ട്രോങ് ആയിട്ട് വയ്ക്കുകയും അവിടെ കൃത്യമായിട്ട് സിഗ്നേച്ചർ ഉണ്ടാക്കുകയും ചെയ്താൽ എനിക്കിത് കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, ഒപ്പം തന്നെ വേറെ ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടം അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എനിക്ക് അഭിനയിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ചില വേഷങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് അങ്ങനെ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ സ്വീകരിക്കാറുണ്ട്. ആട്ടം എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കുറഞ്ഞതാണ്. അറിയില്ല ശരിക്കും എത്രയായി എന്ന്. എനിക്ക് തോന്നുന്നു 30 വർഷത്തിന് അടുത്തോളം ആയിട്ടുണ്ട് സെൽവൻ ചേട്ടനും ഞാനും ഒക്കെ ആയിട്ടുണ്ട് ബന്ധം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിജിനും സന്തോഷും ഐച്ചേട്ടനും ഒക്കെ ആയിട്ടൊരു ബന്ധം, ഒക്കെ ജോളി, വിനയ് ഒക്കെ ആയിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ആദ്യമായിട്ട് തിയേറ്റർ ഗ്രൂപ്പിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആളാണ് സെൽവൻ ചേട്ടൻ. സെൽവൻ ചേട്ടൻ നമ്മളെ തിയേറ്ററിലേക്ക് വിളിക്കുക, വാ ചങ്ങാതി എന്ന് വിളിച്ചുകൊണ്ടാണ് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ തിയേറ്റർ ഗ്രൂപ്പിൽ ഇന്നേ വരെ സീനിയർ ഒരിക്കലും ഒരു ജൂനിയർ ആയിട്ടുള്ള ആളോട് ഞാൻ നിൻ്റെ സീനിയറാണ് എന്ന ഭാവം കാണിച്ചിട്ടില്ല. അതൊരു സ്കൂളിംഗ് ആണ്. ഓക്കെ, അതിനുശേഷം എനിക്ക് താഴെ വന്നിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ആട്ടത്തിൽ സെൽവൻ ചേട്ടൻ കഴിഞ്ഞാൽ ഐച്ചേട്ടൻ ഞാനും ആണ് പിന്നെ അടുത്ത സീനിയേഴ്സ്. ബാക്കിയുള്ള വിനയടക്കമുള്ള ആൾക്കാർ എൻ്റെ ജൂനിയേഴ്സാണ്. ഇപ്പം സന്തോഷ് ചേട്ടൻ പിറവത്താണ്. സന്തോഷ് ചേട്ടന് ഒരു പച്ചക്കറി കടയുണ്ട്, ഓട്ടോ ഓടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. ഈ 10 വർഷം മുമ്പ് ഞാൻ വേറെ ITI കഴിഞ്ഞിട്ട് വേറൊരു നാട്ടിൽ പോയി. ആ നാട്ടിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ എനിക്ക് നേരത്തെ പ്രൊഫഷണൽ നാടകങ്ങൾ കണ്ടാണ് പരിചയം. അപ്പോൾ നാടകത്തിൽ കൂടിയാണ് ഞാനിത് ഉടനെ എത്തിച്ചേർന്നത്. ഈ പ്രൊഫഷണൽ നാടകം കണ്ടിട്ട് നമ്മൾ അതാണ് നാടകം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങൾ ഒഴൂർ കോളേജിൽ പഠിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് സാംകുട്ടി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ച് ഉണ്ടായിരുന്ന ആൾ അവിടെ വന്ന് നാടകം ചെയ്യുന്നു. അപ്പോൾ ആ നാടകത്തോടു കൂടിയാണ് എനിക്ക് മനസ്സിലായത് വേറൊരു തരത്തിലുള്ള നാടകങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ നാടകത്തെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെന്ന് കരുതിയപ്പോഴാണ് എന്നെപ്പോലെ ഒരാൾക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ചന്ദ്രഹാസൻ മാഷ് ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഇതുപോലൊരു നാടകക്കളരി നടത്തുന്നവരറിയും. ഞാൻ അവിടെ വരികയും ചെയ്തത്.
അത് ഏകദേശം ഒരു 98 കണ്ടു വന്നതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ITI കഴിഞ്ഞതാണ്. ഒരു ഗൾഫിലേക്കൊന്ന് ട്രൈ ചെയ്തു, ഒരു 1.5 വർഷം അവിടെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ പിന്നെ വേറൊരു മേഖലയിലും പോകാതെ തന്നെ വീണ്ടും ഈ നാടകം എന്നാൽ ചെറുപ്പകാലം മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ അഭിനയിക്കണം. സിനിമ ആയിരുന്നില്ല എൻ്റെ സ്വപ്നം, ടെലിഫിലിമുകളായിരുന്നു. കാരണം സിനിമയിലേക്കൊക്കെ എത്തിപ്പിടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഈ വീണ്ടും സാറിൻ്റെ അടുത്ത് വരുന്നു, ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു. അന്ന് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലായിരുന്നു ക്ലാസ്. പിന്നീട് എറണാകുളത്ത് ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അതിൽ നിന്നും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ബന്ധം എന്ന് പറയുന്നത്. സിജിൻ ചേട്ടന് ഒരു റെഫ്രിജറേറ്ററിൻ്റെയൊക്കെ ഒരു മോട്ടോർ വൈൻഡിങ് വർക്ക്ഷോപ്പ് ഉണ്ട് തൃപ്പൂണിത്തുറയിൽ. ഞാനിങ്ങനെ ഒരു സീരിയലിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അതൊരു 99 ആയിരിക്കും. അവിടെ വെച്ചിട്ടാണ് ഞാൻ അവിടെ ഡയറക്ടർ, പുള്ളി സ്ലോ ഡ്രാമയിൽ നാടകം പഠിച്ചിട്ട് വന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ തന്നെ പോയതാണ് കേട്ടോ. അപ്പോൾ അഭിനയിക്കുന്ന അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഭയങ്കര രസമായിട്ട് അഭിനയിക്കുന്നു, പല കാര്യങ്ങളും അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ലോ ഡ്രാമയിൽ പോയി ചേരാൻ പറഞ്ഞു. പക്ഷെ അതിനുള്ള സമയം എനിക്കില്ല. കാരണം ആ സമയത്ത് തന്നെ നമ്മൾ ഒരുവിധമൊക്കെ ആയി. ഇനിയിപ്പോൾ പിന്നെ ഡിഗ്രി എടുക്കാൻ പോകുന്ന പറയുന്ന നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കുമാണ് തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് ലോകധർമ്മി എന്ന് പറയുന്ന അമേച്വർ തിയേറ്റർ ഗ്രൂപ്പ്, അവരുടെ പ്രാക്ടീസ് നടക്കുന്ന അവിടെയാണ്. അങ്ങനെ ഞാൻ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ ചന്ദ്രദാസൻ സാറ് നയിക്കുന്ന ലോകധർമ്മിയിലേക്ക് ചെല്ലുന്നു. ഒരു ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ സാറിനെ കാണാൻ അവിടെ ചെന്നു. സാറിനെ കണ്ടു. സാർ എന്നോട് പറഞ്ഞ്, ഇവിടെ സിനിമയൊന്നും പഠിപ്പിക്കുന്നില്ല, ഇവിടെ നാടകമാണ്, നിനക്ക് നാടാൻ താല്പര്യമാണെങ്കിൽ ഇവിടെ നിൽക്കാം. അങ്ങനെ ഞാൻ ലോകധർമ്മിയിൽ ചെന്നു. സനോഷ് ഒരു അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അമ്പലത്തിൽ കൊട്ടാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അല്ല, ശരിക്കും ഞാൻ ഒരു നടനായിരുന്നില്ല ശരിക്കും. അതായത് ലോകധർമ്മി എന്ന ഗ്രൂപ്പിൽ പെർക്കഷൻ കൈകാര്യം ചെയ്യണ ഞാനായിരുന്നു. കുറേ നാടകങ്ങൾ, ഇപ്പോൾ പുറനാടി മുതലുള്ള ഒരുപാട് നാടകങ്ങൾ, വളരെ ചുരുക്കം ചില നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും പെർക്കഷനാണ് കൈകാര്യം ചെയ്തത്. അതിൽ എടുത്തു പറയേണ്ടത് കർണഭാരം. നമ്മളിപ്പോൾ ഈ സിനിമ വന്നതിനെ കർണഭാരം ചുമന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മ എന്നാണ് ഈ സിനിമ വന്നത് തന്നെ. എല്ലാ റോളുകളും ഇപ്പോൾ കർണഭാരത്ത് തന്നെ 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട്, നമ്മുടെ ചന്ദ്രദാസൻ സാറിനോട്, ലോകധർമ്മിയുടെ ഡയറക്ടർ ചന്ദ്രദാസൻ സാറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതായത് എനിക്ക് അഭിനയിക്കണമെന്ന്. പിന്നെ ഇപ്പോൾ പ്രശാന്തിനെ എടുത്താൽ, പ്രശാന്ത് ഒരു ടൂർ ഓപ്പറേറ്ററാണ്. ബേസിക്കലി വർഷങ്ങളായിട്ട് അതിനു മുമ്പൊക്കെ ഒരു ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടൂർ ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ ലോകധർമ്മിയിൽ എല്ലാ നാടകങ്ങൾ വരുമ്പോഴും അതിലുള്ള കലാകാരന്മാർ തന്നെ അഭിനയിക്കുന്നു. ഒരു കൂട്ടർ സൗണ്ട് ഡിസൈൻ, ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അടുത്ത നാടകം വരുമ്പോൾ അവർ തിരിച്ച് നാടകം, അങ്ങനെ സാറ് ഓരോ ഇതിലേക്കും ആൾക്കാരെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാട്ടവാക്യം എന്ന് പറയുന്ന നാടകത്തിൽ അധികം പുറത്തുനിന്നുള്ള ആൾക്കാരെ, പുറത്തുനിന്നുള്ള നാടക കലാകാരന്മാരെ, നടന്മാരെയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോകധർമ്മിയിലെ പലരും അതിൻ്റെ അകത്ത് ടെക്നിക്കൽ സൈഡിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതൊരു പ്രത്യേക രീതിയിലുള്ളൊരു നാടകമായിരുന്നു. അത് വളരെ വളരെ കോമ്പാക്റ്റായിട്ട് ചെയ്തെന്ന് വെച്ചാൽ, അതായത് സ്റ്റേജിലല്ല, പല സ്ഥലത്ത് നമ്മൾ സെറ്റ് ഇട്ടിട്ട് ഒരു 100 പേർക്ക് ഇരുന്ന് കാണാൻ പാകത്തിന്. അപ്പം നമ്മളെല്ലാവരും തറയിൽ വയ്ക്കണം. ഇവിടെ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ആക്ടേഴ്സ് അഭിനയിക്കണം. ഓരോ സെറ്റുകളും, ഓരോ സീൻ്റെ സെറ്റുകളും അതിൻ്റെ ഇടയിൽ തന്നെയാണ്. അപ്പം നമ്മൾ ലൈറ്റ് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓരോ ഓഡിയൻസ് അങ്ങോട്ട് തിരിഞ്ഞ് ഇരിക്കുക, അങ്ങനത്തെ ഒരു സ്റ്റൈൽ. അതങ്ങനെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു സാറിൻ്റെ. അങ്ങനെ ഞാനതിൽ വരണത്. പിന്നുള്ളത് മദൻ ചേട്ടനാണ്. അദ്ദേഹം ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ തൃശ്ശൂരാണ് പോസ്റ്റഡ്. അപ്പം കൊച്ചിയിൽ നിന്ന് പോയി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ കാലങ്ങളായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ ലോകധർമ്മി എന്നുള്ള പേര് നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. കർണഭാരം എന്നുള്ള നാടകം ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ലോകധർമ്മിയിലേക്ക് ചെല്ലുന്നു. കുറച്ചു കാലം അവിടെ നടനായിട്ടും പുറനാടിലൊക്കെ പോയി പല നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം സാർ എന്നോട് പറയുകയാണ്, ലോകധർമ്മിക്ക് നമുക്ക് ഒരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്,
സെക്രട്ടറി ആയിട്ട് നിന്നെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്, നീ അത് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 7-8 വർഷം അത് വളരെയധികം ഈ ലോകധർമ്മിയിലെ അംഗങ്ങളെ ഞാൻ പറയുക പരസ്പരം വിയർപ്പിൻ്റെ മണം പോലും തിരിച്ചറിയുന്ന രീതിയിൽ ഈ ബന്ധങ്ങൾ അത്രയും ഹൃദ്യമായ ബന്ധങ്ങളാണ്. ഇപ്പം നന്ദൻ ഓഫ് കോഴ്സ് സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിൽ ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ 2005 തൊട്ടാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് വീടിൻ്റെ അടുത്തുള്ള, കലേഷ് കണ്ണാട്ടം എന്നാണ് പേര്. അപ്പോൾ പുള്ളിയെ പറഞ്ഞത് ഈ ഇങ്ങനെ പറയുന്ന പോലെ സിനിമ താല്പര്യം ഉണ്ടെങ്കിൽ, അത്രയ്ക്ക് അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ചാൻസ് ചോദിച്ച് തെണ്ടി നടന്നിട്ടൊന്നും കാര്യമില്ല, നിനക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. ഒരു എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് ചെന്നിട്ട് കാര്യമില്ല. അപ്പോൾ അഭിനയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു തിയേറ്റർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഭാഗ്യത്തിന് കർണമാരം എന്നുള്ളൊരു നാടകം അതിൻ്റെ റിഹേഴ്സലൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സാർ എന്നെ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ റിഹേഴ്സൽ സൺഡേ ക്ലാസ്സിലേക്ക് പോയി. ജോലിയുടെ ഇടയിലും ഞായറാഴ്ച ദിവസം പോവും, ഇപ്പോൾ ഈവനിങ് പോവും അങ്ങോട്ട്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ഈ പറയുന്ന പോലെ 2006 ആ വർഷം തന്നെ അധികം താമസിയാതെ ഡൽഹി ആദ്യത്തെ എൻ്റെ അരങ്ങേറ്റ നാടകം ഡൽഹിയിൽ കർണഭാരം പോകാൻ പറ്റി. പക്ഷെ ആ നാടകം ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നാടകത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മളതിലേക്ക് ആയി. പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഒത്തൊരുമയും പരിപാടിയും നല്ലൊരു ബന്ധങ്ങളെല്ലാവരുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ പിന്നെ നാടകത്തെ സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ 5-6 നാടകങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവരെല്ലാവരും എന്നെ കളിയാക്കും, നാടകക്കാരനാണെന്നും പറഞ്ഞ് നടക്കുമെങ്കിൽ അധികം നാടകങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ജോലിയുടെ ചില സാഹചര്യങ്ങളൊക്കെ കാരണം എനിക്ക് അധികം ലീവൊന്നും എടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലോകധർമ്മിയിൽ എത്തിപ്പെടുന്നതും. പിന്നെ അവിടെ നിന്ന് സാറിന് ശരിക്കും ചന്ദ്രനാഥ് സാറിന് പറയുന്ന പോലെ സിനിമ ആഗ്രഹമായിട്ട് നമ്മൾ ലോകധർമ്മിലേക്ക് പോയി എത്തിയാൽ സാറിനത് ഇഷ്ടമല്ല. ആ സമയത്തൊക്കെ സിനിമയുടെ ആഗ്രഹം കൊണ്ട് ഇവിടെ വരാൻ നിൽക്കണ്ട, നാടകത്തെ സ്നേഹിക്കുകയാണെങ്കിൽ മാത്രം നീ നാടകത്തിൽ നിന്നാൽ മതി. ഞാൻ അപ്പം ഒന്നും മിണ്ടിയില്ല, ഇല്ല നാടകം എനിക്ക് അഭിനയം അത്രയും ഇഷ്ടമാണ് ചെറുപ്പം മുതലേ, അതുകൊണ്ട് നാടകവും എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാണ് ഞാൻ നിന്ന്. കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സാറ് പതുക്കെ നമ്മുടെ ഗ്രൂപ്പിലെ ആളുകളൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അവിടെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാറ് പതുക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട്, സാറിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹവും എനിക്ക് സിനിമയും ഭയങ്കര താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതിന് ശേഷമാണ് 2009 തൊട്ട് ഓഡീഷൻ കാലഘട്ടം തുടങ്ങിയപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് പതുക്കെ. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ആയി, കുറച്ച് നാടകവും പരിപാടിയൊക്കെ ആയതുകൊണ്ട്. അതിന് മുമ്പൊക്കെ ഈ പറയുന്ന പോലെ പത്രത്തിൽ എവിടെ പരസ്യം കണ്ടാലും നമ്മൾ പോവും, പല പൂജയിൽ ചെന്ന് ചാൻസ് ചോദിക്കും, ഇതൊക്കെയായിരുന്നു പരിപാടി. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടായി, എവിടെയാണ് വർക്ക് ചെയ്തത്, എന്താ ചെയ്തതിനൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് പറയാനുള്ളൊരു ലേബൽ എനിക്ക് തന്നു ലോകധർമ്മി. ഇവർ വരുമ്പോൾ ഇവർക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷേ നാട്ടിലൊക്കെ ചില നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ചിലർക്ക് കളിക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ, സ്പേസ് കിട്ടിയിട്ടില്ല. ഇവരൊക്കെ എല്ലാവരും തന്നെ വന്നിട്ടുള്ളത് ഈ സൺഡേ വർക്ക്ഷോപ്പിനാണ്. അപ്പോൾ ഈ സൺഡേ വർക്ക്ഷോപ്പിന് വന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്നൊരു ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ്ങിലൂടെ 1-2 വർഷം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഇവരൊരു ഫസ്റ്റ് പെർഫോമൻസിലേക്ക് അവർക്ക് കാസ്റ്റിംഗ് ആവുന്നത്. ഒരു വർഷം ഒരു പ്ലേ ഒക്കെ ചെയ്യുള്ളൂ. പിന്നെ ചെയ്യുന്ന പ്ലേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ ഒരു പ്ലേക്കകത്ത് ഒരാൾ മാറിയാൽ വേറൊരാൾക്ക് ചാൻസ് കിട്ടും, അല്ലെങ്കിൽ പുതിയൊരു പ്ലേ ചെയ്യുമ്പോൾ ചാൻസ് കിട്ടും. അപ്പോൾ ഈ നന്ദനുണ്ണിയൊക്കെ ഒരു മേജർ റോൾ ഇതുവരെ അവന് ചെയ്യാൻ പറ്റില്ല. പ്ലേക്കകത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു മേജർ സീനിയർ റോളിലേക്ക് ചെയ്തിട്ടില്ല. വിനയഫോട്ടത്തിനാണ് ചെറിയ റോളിലാണ് ചെയ്തിട്ടുള്ളത്. പുറനാടിൽ കുറച്ചുകൂടെ വലിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സ്റ്റേജിലേക്ക് കയറാനുള്ള പ്രശ്നങ്ങളുണ്ട്, ആക്ടിങ് എന്താണെന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ട്രെയിനിങ്ങിലൂടെയാണ് ഇവരത് അറ്റൈൻ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഇതിനകത്ത് എല്ലാവരും സെയിം ട്രെയിനിങ്ങിലാണ് കടന്നു. പക്ഷേ ചിലരൊക്കെ കൂടുതൽ അഡ്വാൻസ് ചെയ്യുന്നത് അവരുടേതായ ഒരു വർക്ക് നടത്തിയിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ അവർ തന്നെ പഠിക്കുകയും കൂടുതൽ അന്വേഷിക്കുകയും കൂടുതൽ കാണുകയും വായിക്കുകയും ചിന്തിക്കുകയും അവർ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് ഇവർ വന്നത്. ഇപ്പോൾ ഇവർ തിയേറ്റർ ആക്ടേഴ്സ് നിലയിലാണ് ഇവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് വിനയ് ഫോർട്ട് ഇവിടുന്ന് പൂനെ ഫിലിം ഷൂട്ടിലേക്ക് പോയി. ഒരു 4 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പൂനെയിലേക്ക് പോകുന്നത്. അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. നന്ദൻ നേരെ ഫിലിമിലേക്ക് പോയി. അന്ന് മുതലുള്ള ബന്ധം ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതിൽ എന്താ പറഞ്ഞാൽ എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, ഒക്കെ കൂലിപ്പണിക്കാർ, ഇവരൊക്കെ. അപ്പോൾ പല സഹായികളും എനിക്ക് തന്നെ ഒരു ആശുപത്രി കേസ് വന്നപ്പോൾ ലോകധർമ്മിയും എൻ്റെ നാടക സുഹൃത്തുക്കളും ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ഒത്തിരി ആളുകളെ സഹായിച്ചിട്ടുണ്ട് ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി. ഇത് ഞങ്ങൾക്കിടയിലൊരു തമാശയാണ്. അതായത് കുറച്ച് ആളുകൾ കൂടി കണ്ടു കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അതെ നമുക്കൊന്നിരിക്കണ്ടേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇരിക്കുന്നത് ഏതെങ്കിലും ചായക്കടയിൽ പോയിട്ട് ചായ മേടിച്ചിട്ട് ഉള്ള ഇരിപ്പാണ്. അതിന് ആ ചായ തീരുന്നിടത്ത് ആ ഇരിപ്പ് അവസാനിക്കും. കർണഭാരം എന്ന് പറഞ്ഞ നാടകമാണ് നമ്മൾ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ കളിച്ച
എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ആക്ടേഴ്സ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. ഇപ്പോൾ കർണഭാരം ചുമന്നവർ എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഇവർ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ യാത്രകൾ പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു യാത്രയും ഇവരുടെ കൂടെ അതിനു മുമ്പ് പോയിട്ടില്ല. ഇൻട്രസ്റ്റിംഗ്ലി സംഭവിച്ചതെന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയത്ത് അങ്ങനെ ഒരു യാത്ര പോകാനായിട്ട് ഒരു കോവിഡ് കുറഞ്ഞ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്ന് മടുത്തതിൻ്റെ പോയിട്ട് ഈ ഗ്രൂപ്പിനകത്ത് എല്ലാവരും തീരുമാനിച്ചു ഒരു 1 day ട്രിപ്പ് പോവാം. അപ്പം ഞങ്ങളന്ന് ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് തീരുമാനം എടുത്തു. ഞങ്ങൾ പഴയതുപോലെയുള്ള കുറേ കാലമായിട്ട് സംസാരിക്കണം. പറഞ്ഞു നമുക്ക് എന്തായാലും നമുക്കൊന്ന് ഇതൊന്ന് കഴിയട്ടെ, നമുക്കൊന്നൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലൊരു ഓപ്ഷൻ കണ്ടു. കാരണം അധികം ദൂരമില്ല, 1-2 മണിക്കൂർ മാക്സിമം ഉള്ളൂ, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസോർട്ടും ബുക്ക് ചെയ്തു. അന്ന് എല്ലാവരും വിളിച്ചു, എല്ലാവരും വന്നു. അത് നല്ലൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു പോക്കായിരുന്നു. ഈ നാടകരംഗത്ത് നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണോ, സ്റ്റേജിൽ കയറിയാൽ ഇപ്പോൾ ശെൽവൻ ചേട്ടൻ നമുക്ക് പലപ്പോഴും പറയാറുണ്ട്, എടാ തട്ടേ കയറിയാൽ പിന്നെ നമ്മൾ വേറെ ആളുകളാണെന്ന് പറയും. എന്നുവെച്ചാൽ ശരിക്കും സ്റ്റേജിനകത്ത് പെർഫോമർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികമായും തരുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ ഞങ്ങളുണ്ടല്ലോ, ഈ ഞങ്ങളെന്ന് പറയുന്ന ഈ ഗ്രൂപ്പില്ലേ, ഈ ആട്ടം, ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിലും പൂനെയിലും ഒക്കെ ഈ സാധാരണ സ്ലീപ്പർ ക്ലാസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യാറുണ്ട്. എന്നിട്ട് ഞങ്ങളവിടെ പോയി നാടകം കളിച്ച് വീണ്ടും ഞങ്ങൾ ട്രെയിനിൽ കയറി തിരികെ വരും. ഇത്ര മനോഹരമായിട്ടുള്ള യാത്രകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് ഞങ്ങളുടെ നാടക യാത്രകളുണ്ട് ട്രെയിനിലൊക്കെ. അന്നേരമൊക്കെ ഞങ്ങളിത് പറയാറുണ്ട്, നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണം. അന്നൊക്കെ ഉദ്ദേശിച്ചത് ഷോർട്ട് ഫിലിമൊക്കെ ഉദ്ദേശിച്ചുള്ളൂ, സിനിമയൊന്നും നടക്കുന്നുള്ള ധാരണ ഉണ്ടായതേ ഇല്ല. വിനയും നമ്മുടെ ഗിരീഷ് മേനോനും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് പുതിയ ആർട്ട് സിനിമയെക്കുറിച്ച് ആലോചിച്ചുകൂടാ, നമ്മൾ സിനിമ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം വിനയ് ഫോർട്ട് സിനിമക്കാരനായതിൻ്റെ പിന്നിൽ അവരുടെ കുറേ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ട്, അത് പറയാണ്ടിരിക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ ഈ ലോകധർമ്മിയിൽ കർണഭാരം എന്ന് പറഞ്ഞ നാടകം മുതൽ ഇങ്ങോട്ടുള്ള നാടകങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അതിൽ വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നിൽക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും. ഇപ്പം എന്തുകൊണ്ട് നമുക്കൊരു കുഞ്ഞു സിനിമ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലേക്ക് മേനോനാണ് ആശയം വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് വിനയ് ഫോട്ടോ ആണ്. കാര്യം വിനയ്ക്കാണ് കൂടുതൽ ബന്ധങ്ങളും ഇത്രയും കൂടെ എല്ലാവരെയും കണക്ഷനും പ്രൊഡക്ഷനും എല്ലാം പരിചയമുള്ളൂ. അപ്പോൾ വിനയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വിനയ് പറഞ്ഞു തന്നാൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. അതിനുശേഷമാണ് രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നത്. അപ്പോഴാണ് വിനയ് ഇതുപോലെ വാട്സപ്പിൽ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, വിനയ് വാട്സപ്പ് ഗ്രൂപ്പിലൊരു വോയിസ് മെസ്സേജ് ഇടുന്നതാണ്, ഇപ്പോൾ നമുക്ക് നല്ലൊരു സമയമാണ്, ആർക്കും വർക്കുകളില്ല, തിരക്കുകളില്ല, എന്തെങ്കിലും ഒരു ത്രെഡ് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ അത് ആനന്ദ് തന്നെ ഡെവലപ്പ് ചെയ്തു. ഡെവലപ്മെൻ്റ് ഓരോ ഘട്ടവും വളരെ രസകരമായിട്ടാണ് ഗ്രൂപ്പ് സ്വീകരിച്ചത്. ഗിരീഷ് മേനോൻ്റെ ബർത്ത്ഡേക്കാണ് ഗിരീഷ് മേനോ ചോദിക്കുന്നത് ഈ കാര്യം എന്തായെന്നുള്ളത്. പിന്നെ അത് എല്ലാവരും കൂടി സീരിയസ് ആയിട്ട് എടുത്ത് അതൊരു സിനിമയിലേക്ക് എത്തി. മെയിൻ ഒബ്സ്റ്റാക്കിള് ഈ പറയുന്ന ആനന്ദ് എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ കഴിഞ്ഞു. അതായത് നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള പോകലിൽ ഞാൻ മനസ്സിലാക്കിയത് 2 തരത്തിലാണ്. ഒന്ന്, നമ്മൾ 10 പേര് അത്യാവശ്യം, പ്രത്യേകിച്ച് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും സെൽഫ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരാണ് എൻ്റെ ആക്ടർ ഫ്രണ്ട്സ്. ഇവർ പുറത്തുള്ള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആക്ടേഴ്സ് ഫ്രണ്ട്സ് ഇല്ല. അതിൻ്റെ ഒരു റീസൺ ഏറ്റവും സെൽഫ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആക്ടേഴ്സ്. അപ്പോൾ പിന്നെ പല ആളുകളും പല തരത്തിലൊക്കെയാണ്. അപ്പോൾ ഇവരെ വെച്ചിട്ട് പ്രധാന വേഷത്തിൽ ഒരാൾ, അതായത് ആനന്ദനെ പോലെയുള്ള ഒരാൾ സിനിമ ചെയ്യാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ എൻ്റെ പകുതി പ്രശ്നം കഴിഞ്ഞു. വിനയ് ഇത് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ആ സമയത്ത് വേറെ സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓണസ്റ്റ്ലി എനിക്ക് ഐ ഫെൽറ്റ് അഷെയിംഡ് ദാറ്റ് ഞാൻ സിനിമ ചെയ്യണം എന്ന് ആലോചിക്കും. ഞാൻ എഴുതുന്ന സമയത്തൊന്നും തന്നെ ഇവരെ ആരെയും കാസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. വേറെ ഒരു സിനിമ, കംപ്ലീറ്റ്ലി ടിപ്പിക്കലായിട്ടുള്ള ഒരു സിനിമ ആലോചനകളും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. ഇന്ന് ആദ്യം ചെയ്യുന്നൊരു ചെറിയ ഷോർട്ട് ഫിലിം, അത് നമ്മുടെ ഗ്രൂപ്പിലെ 2 ചെറിയ കുട്ടികൾ വെച്ചാണ് ചെയ്യുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ ഫിലിം മേക്കിംഗ്, ഒരു ക്രാഫ്റ്റ് ആനന്ദിനകത്ത് നന്ന് ഈ ആ കാലം പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, ഈ തിയേറ്ററിൽ നിന്ന് ഇവൻ ഈ ഫിലിമിലേക്ക് പോകുന്നത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഈ കയ്യിലൊരു പുസ്തകമൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ആനന്ദിനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. തൊട്ടുപുറേ ആനന്ദ് ഒരു കഥ പറയുകയും
എല്ലാവർക്കും വർക്കായി. അതിനേക്കാൾ ഉപരി വിനയ്ക്കത് വർക്കായി. ഇന്നങ്ങനെയല്ല, വിനയനെ പോലത്തെ ഒരാൾ, ഗിരീഷിൻ്റെ കയ്യിൽ അത്യാവശ്യം എല്ലാ എക്യുപ്മെൻസും ഓക്കെ, ഓൾറെഡി ആനന്ദാണെങ്കിൽ ആ ഒരു രീതിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിലൂടെ ആണെങ്കിൽ ആനന്ദ് ഒരു മികച്ച സംവിധായകനാണെന്ന് തെളിയിച്ച് അങ്ങനെ കൂടെ നിൽക്കുന്നു. പിന്നെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം ആൾക്കാർ വേറെയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് എവിടെയെങ്കിലും എത്തിയിരിക്കും, ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പുള്ളി വർക്കാവെന്ന് പറയുമ്പോൾ പുള്ളി ഓൾറെഡി സിനിമയിലെ ഒരു എക്സ്പെർട്ടൈസ് ആണല്ലോ. ഒരുപാട് തിരക്കഥകൾ കേൾക്കും, അഭിനയിക്കുകയും സിനിമയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ വിനയ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി. വിനയുടെ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിന്നു, വിനയുടെയും ആനന്ദിൻ്റെയും കൂടെ നിന്നു. പിന്നെ പടിപടിയായിട്ടാണ് ഒരു ചെറിയൊരു സീനുണ്ടാക്കി അതിൻ്റെ ഒരു റിഹേഴ്സൽ നടന്നു ഓൺലൈനായിട്ട്. കോവിഡ് ടൈമിലായിരുന്നു അതിൻ്റെ റിഹേഴ്സൽ നടന്നത്. അപ്പോഴൊക്കെ ആനന്ദിൻ്റെ എഴുത്ത് ഒരു നല്ല ക്രിയേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല എഴുത്ത്, നല്ല സത്യസന്ധമായിട്ട് എഴുത്ത് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ ആദ്യം കഥ വായിക്കണതിനേക്കാളും ഈ കഥയെക്കുറിച്ച് ഇങ്ങനെ ആദ്യം ഇങ്ങനെ വെറുതെ പറയണമായിരുന്നു. അത് കുറച്ച് പറഞ്ഞു വന്നിട്ട് പിന്നെ പറയും ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഒരു ഇതെന്തൊരു സിനിമയാടാ എന്നൊക്കെ ഞാൻ ആദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതെന്തൊരു സിനിമയാണത് ഇത്. കാരണം ഞാനായിട്ട് തന്നെ അഭിനയിക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ടൊക്കെ തന്നെ അഭിനയിക്കുക. അങ്ങനെ ഒരു സിനിമ ഇന്നുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് നമ്മുടെ ഒരു അറിവ്. വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പടമാണ് വിനയ്. അവനെ ഒരുപാട് അവസരങ്ങൾ മാറ്റി വെച്ചിട്ട് അവൻ പറയുന്നത് നിങ്ങളെ വേറൊരു തരത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല, ഞാനൊരു ആക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് നമുക്കൊരുമിച്ചൊരു സിനിമ ചെയ്യാം. അവന് പല പ്രോജക്റ്റുകൾ മാറ്റി വെച്ചിട്ടാണ് നമ്മളോട് കൂടിയത്. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഈ ബാട്ടം ഉണ്ടാകാനുള്ളതിൻ്റെ പിറകിലുള്ള ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് ഒബ്ലിഗ്ഡ് ആണെന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. ഞാൻ 15 വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ 10-65 സിനിമകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ മേജർ റോൾസ് ചെയ്തു. ഞാൻ ഒരുപാട് വലിയ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, അതായത് ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു നടനാകാനുള്ളതിന് അല്ലെങ്കിൽ ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനുള്ളതിനൊക്കെ ഒരുപാട് കാരണക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിജിൻ്റെ കേസ് തന്നെ എടുക്കാം. അപ്പോൾ ആട്ടത്തിൽ അഭിനയിച്ച സിജിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ കൂടുതലും ഈ ഗ്രൂപ്പിലൊക്കെ ആയിരുന്നു, നാടകത്തിലും അങ്ങനെ ഭയങ്കര ചെറിയ വേഷങ്ങളൊക്കെ എനിക്ക് ഇൻഡിവിജ്വൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ സിജിൻ എന്നോട് പറയുമായിരുന്നു, എടാ നീ ചെയ്യുന്നതിന് എന്ത് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ നീ ചെയ്യുമ്പോൾ ഒരു ഗ്രേസൻ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്ന ഒരു സുഹൃത്താണ് സിജിൻ. ഇപ്പോൾ സെൽവൻ ചേട്ടൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽവൻ ചേട്ടൻ നമ്മളെ നാടകം പഠിപ്പിക്കുകയും ഞാൻ എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസിന് പോകുന്ന സമയത്ത് സെൽവൻ ചേട്ടൻ വണ്ടി ഓടിച്ച് വന്ന് എന്നെ വീട്ടിൽ വന്നിട്ട് എന്നെ ട്രെയിൻ ചെയ്ത ആളാണ് സെൽവൻ ചേട്ടൻ. ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രൈ ചെയ്യണമെന്നുള്ള കാര്യം. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ എന്നെ കളിയാക്കും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു തമാശയായിരിക്കാം പല ആളുകൾക്കും. അപ്പോൾ സെൽവൻ ചേട്ടൻ ആ ടൈമിന് വന്നിട്ട് പിന്നെ പ്രശാന്ത് ആണെങ്കിലും അല്ലെങ്കിൽ സനോഷ് ആണെങ്കിലും നന്ദനാണെങ്കിലും ഒക്കെ എൻ്റെ മനസ്സിനോട് ഏറ്റവും ഞാനെന്ന് പറയുന്നൊരു വ്യക്തി രൂപപ്പെടാനും അല്ലെങ്കിൽ ഒരു നടൻ ഇങ്ങനെ ഒരു നടൻ രൂപാന്തരപ്പെടുന്നതിനൊക്കെ ഒരുപാട് സഹായിച്ച, ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. ആനന്ദും വിനയും കൂടെ ചെന്നിട്ടാണ് ഒരു പ്രൊഡ്യൂസറെ പിച്ച് ചെയ്യുന്നത്. പ്രൊഡ്യൂസറെ പിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു പൈലറ്റ് ഷൂട്ട് ചെയ്തു. പൈലറ്റ് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഇതൊരു വലിയ സിനിമയുടെ സബ്ജക്റ്റ് തന്നെയാണ്, ഇതൊരു സിനിമയാക്കാനുള്ള സബ്ജക്റ്റാണ്. പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസറിന് ഈ കഥ ഇഷ്ടപ്പെടുകയും ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നമ്മൾ വലിയൊരു സംരംഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആനന്ദ് തന്നെ ഒരു 16 പേജുള്ള ഒരു പൈലറ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇറക്കുകയും ഇത് നമുക്ക് സൂമിൽ റിഹേഴ്സൽ ചെയ്തിട്ട് ഇത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആനന്ദിൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ട് പൈസ റേസ് ചെയ്തിട്ടാണ് ഈ പൈലറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോദിക്കേണ്ടായി ഇതിപ്പം നമുക്കൊക്കെ കൂടി ഷെയർ ചെയ്തുകൂടെ, എന്തുകൊണ്ട് നീ മാത്രം ഈ ബേർഡൻ എടുക്കണമെന്നുള്ള. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സായി നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പണി മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ എടുക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിലപാടാണ്. അപ്പോൾ ആ മൊമെൻറ്റിൽ എനിക്ക് ഈ 1 ലൈൻ എക്സ്ട്രീംലി ഇംപ്രസീവായിരുന്നു. പിന്നെ ഇവൻ എഴുതിയ 16 പേജിൻ്റെ മറ്റേ പൈലറ്റ് എപ്പിസോഡ് ബ്രില്യൻ്റ് ആയിരുന്നു.
അതിൻ്റെ മുകളിലാണ് എനിക്ക് ഈ പറയുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിലും ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നുള്ള തരത്തിലും ഞാൻ എന്താ പറയുക ഈ സിനിമ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു സംവിധായകൻ്റെ ഒരു എഴുത്തുകാരൻ്റെ സിനിമയാണ്. അപ്പോൾ ആ 15 മിനിറ്റിൻ്റെ കഥ പറയുന്നു, പൈലറ്റ് കാണിക്കുന്നു, പൈലറ്റ് 12 മിനിറ്റ് കണ്ടു കഴിഞ്ഞ് അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള പുള്ളിയുടെ മുഖത്ത് എക്സൈറ്റ്മെൻറ്റ് കാണാം. അപ്പം അത് കഴിഞ്ഞു, പൈലറ്റ് സ്റ്റോപ്പ് ചെയ്തു, ഇൻ്റർവെൽ പോയിൻ്റ് വരെ കഥ പറഞ്ഞു. തമാശ എന്ന് വെച്ചാൽ പുള്ളി ഇൻ്റർവെൽ വരെ കഥ കേട്ടുള്ളൂ. പുള്ളി എന്നോട് ചോദിച്ചു ഇതെപ്പോൾ ചെയ്യണം. ഒരു ഗ്രൂപ്പിലെ ആളുകൾ, ഒരു നാടകം ചെയ്ത ആൾക്കാർ ഒരു സിനിമ ചെയ്തത് എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നേരത്തെ ചോദിച്ച പോലെ നമ്മളവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്തും ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. അത്രയും ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. എഴുതിയത് ഞങ്ങളുടെ സ്വഭാവം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സ്വഭാവം എന്ന് വെച്ചാൽ ഈ കഥയിൽ സ്വഭാവം വന്നെന്നല്ല. ഇപ്പോൾ ആനന്ദുമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആനന്ദിനെ എനിക്ക് ഒരു പക്ഷേ അത്ര ഡീപ്പായിട്ട് വാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ആനന്ദ് ഒരു റൈറ്റർ എന്ന രീതിയിൽ ശരിക്കും നമ്മളെ വാച്ച് ചെയ്തിട്ട് അയാൾ അങ്ങനെയായിരിക്കും പറയുന്നത്. പല ആക്ടേഴ്സും പല ടൈപ്പ് ഓഫ് ആക്ടിങ് റേഞ്ച് ഉള്ളവരും ആക്ടിങ് സ്റ്റൈലുള്ളവരുമാണ്. ചില ആൾക്കാർക്ക് റിയലിസം കൂടുതൽ വഴങ്ങുന്ന ആൾക്കാരാണ്. ചിലർ കുറച്ചുകൂടെ സ്റ്റൈലൈസ്ഡ് ഫിസിക്കൽ തിയേറ്റർ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇവരൊക്കെ കൂടെ കൂടിയിട്ട് ഈ ഫിലിം ചെയ്യുമ്പോഴത്തേക്കും അവർ നടത്തിയൊരു വർക്ക്ഷോപ്പുകളുണ്ട്. പക്ഷേ ഇവിടുന്ന് കിട്ടിയ വർക്ക്ഷോപ്പിൻ്റെ ബേസ് മാത്രമല്ല, അവർ ഇതിനു വേണ്ടി എടുത്ത റിഹേഴ്സൽസ് ഉണ്ട്. അത് ശരിക്കും ആനന്ദും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആക്ടർ തന്നെയാണ്. ആനന്ദും വിനയും കൂടെ കൂടിയിട്ടാണ് ഇവർ വാസ്തവത്തിൽ ഇത് മോൾഡ് ചെയ്തിട്ടുള്ളത്. അത് ആ കാര്യത്തിൽ അവർ വെച്ചത് ക്രെഡിറ്റ് ഗോസ് ടു ദീസ് 2 പീപ്പിൾ. ഇവരെ ഈ തിയേറ്റർ ആക്ടിങ്ങിൽ നിന്ന് ഈ ഫിലിമിക് ആക്ടിങ്ങിലേക്ക് നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യുക, ഒപ്പം തന്നെ അതിൻ്റെ ഇമോഷണൽ പഞ്ച്, അതിൻ്റെ ടൈമിങ്, അതിൻ്റെ ഇമ്പൾസസ് കറക്റ്റായിട്ട് ചെയ്യുക. അവർ നാച്ചുറൽ ബിഹേവിങ്ങിനപ്പുറം അവർ കറക്റ്റായിട്ട് അതിൻ്റെ മീറ്ററിൽ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ടൈമിംഗ് ആണെങ്കിലും ഗ്യാപ്സ് ആണെങ്കിലും സൈലൻസ് ആണെങ്കിലും ഒക്കെ ഇത് ചെയ്തെടുക്കുന്നത് ഒരു നല്ലൊരു ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് ഇവർക്കെല്ലാം. ഞാൻ ആ ഗ്രൂപ്പിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പം എന്നെ നാടകം പഠിപ്പിച്ചവരും എന്നെ അഭിനയം പഠിപ്പിച്ചവരും എൻ്റെ സീനിയേഴ്സായിട്ടുള്ളവരാണ് എല്ലാവരും. അപ്പം അവരെ നമ്മൾ വെച്ചൊരു ഡയറക്റ്റ് ചെയ്യാനൊരു സിനിമ തീരുമാനിക്കുമ്പോൾ പിന്നെ നമുക്ക് പക്ഷേ തീരുമാനിക്കുമ്പോൾ ഈ പറഞ്ഞ അവർക്ക് ഈ ഓർഡേഴ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ഒരു മേജർ പ്രശ്നം കിടപ്പുണ്ട്. നമ്മളെ വിശ്വസിച്ച് ഇത്ര കോടി മുടക്കിയ ഒരാളുണ്ട്. എൻ്റെ കഥ, ഞാൻ പറഞ്ഞ കഥയിൽ എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് ഇത്രയും കോടികൾ മുടക്കുന്ന ഒരാളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ നാടകീയമായ വൈകാരികമായ ബന്ധങ്ങളുടെ പരിപാടികളെല്ലാം എന്നെ സംബന്ധിച്ചോളം. അപ്പം ഞാൻ വളരെ ക്ലിയറാണ്. ഇപ്പോൾ നാളെ ഇവരുമായിട്ടുള്ള എന്തെങ്കിലും സൗഹൃദത്തിന് കോട്ടം വന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ റോൾ എടുക്കുക, സിനിമ വൃത്തിയായിട്ട് നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് വൃത്തിയായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എൻ്റെ സിനിമയും കൂടാണ്, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ച മൊമെൻ്റ് മുതൽ പിന്നെ ഒരിക്കലും ഇതൊരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയുടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉള്ളിൽ കീപ്പ് ചെയ്യാറില്ല. എന്നല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ടേക്ക് 6 ടേക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ കാരണം ഇത്രയും പേര് കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ കൂടി ഞാൻ ചിന്തിച്ചു പോകും. അയ്യോ ഞാൻ കാരണമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വലിയൊരു ലെങ്ത്ത് ഡയലോഗാണ്, അത് പറയാൻ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറൊരുത്തം നേടാൻ മറ്റേത് എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാമെന്ന് പറയുമ്പോൾ ഈ ചോദ്യം കറക്റ്റാണ് കേട്ടോ. എനിക്കത് ഇറിറ്റേഷനാണ്. നമ്മൾ ആദ്യം ഇതും കൂടി കേൾക്കുമ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ വേറെ അവൻ തന്നെ ഈ വിനയ് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നല്ല സന്തോഷകരമായുള്ള കാര്യങ്ങളൊക്കെ പറയാം. എപ്പോഴും പറയാറുണ്ട്, ചന്ദ്രാസൻ മാഷ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പെർഫോമൻസിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മളെ വിലയിരുത്താവൂ. നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് നമ്മളെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അവിടെ കട്ടായി പോകും. ഒരു സംശയം ചോദിച്ചാൽ ചിലപ്പോൾ ആ സംശയം പറഞ്ഞു തരലായിരിക്കില്ല അവർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് മാത്രമായിരിക്കും പറഞ്ഞു തരിക. ഓക്കെ, ഇപ്പം അത്ര അറിഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോഴല്ല അങ്ങനെ തന്നെയാണ്. ഓക്കെ, മറിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ആ സീൻ എന്നുള്ളത് കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് സിനിമ തുടങ്ങുന്ന മുമ്പ് എല്ലാവർക്കും സ്ക്രിപ്റ്റ് കിട്ടി എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം വെച്ചാൽ എല്ലാവർക്കും അതുകൊണ്ട് ഇന്ന തെറ്റിപ്പോകുന്നോ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്തായാലും എന്തും പറയാൻ റെഡിയാണ്. സത്യത്തിൽ നാടകബാധ കയറിയ ഒരു മനുഷ്യനായ
അപ്പോൾ ഈ നാടകബാധ മാറ്റി കുറച്ചും കൂടി റിയലായിട്ട്, കുറച്ചും കൂടി ഫ്രീ ആയിട്ട്, കുറച്ചും കൂടി ഫ്രഷായിട്ട്, എങ്ങനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ സിനിമ എങ്ങനെ അതിലെങ്ങനെ അഭിനയിക്കാൻ പറ്റും അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമൊക്കെ ഈ സിനിമയുടെ ഒപ്പം നിന്നിട്ടുള്ളത്. ഓരോ നാടകവും ഓരോ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഫിലിമും ഓരോ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണ്, അതിൻ്റെ വേണ്ടുന്ന സാധനം എന്താണെന്ന് മനസ്സിലാക്കുകയും ഇൻ്റലിജൻ്റ് ആയിട്ട് ആ മീറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ഈ ഈ ആക്ടറുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആനന്ദ് പറയുന്നൊരു വാക്കുണ്ട്, അഭിനയിക്കുമ്പോൾ അതിനകത്തൊരു സത്യം ഉണ്ടാവണമെന്ന്, ഒരു ജെനുവിനിറ്റി ഉണ്ടാവണമെന്ന്. നമ്മളൊക്കെ ഡിമാൻഡ് ചെയ്യുമ്പോൾ കുട്ടികളോടാണെങ്കിലും പോയി പറയുന്ന കാര്യമാണ്, നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അതിനകത്തൊരു ജെനുവിൻ ആയിരിക്കണം. നിങ്ങളുടെ ആ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന ഡയലോഗ് കൃത്യമായിരിക്കും. ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മാർക്കിടാൻ പോകുന്നത് റൈറ്റിംഗ് ആണ്. ആസ് എ റൈറ്റർ ഈ പറയുന്ന ആനന്ദിൻ്റെ ഒരു ക്വാളിറ്റിയും മറ്റേ ഈ ആനന്ദ് എങ്ങനെ ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ക്യാപ്ചർ ചെയ്തു എന്നുള്ളത് പരമാവധി ഇത് കണ്ടുപഠിക്കുക എന്താണ്. ഇപ്പോൾ വിനീഷ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തോന്നുന്നത് അതിൻ്റെ ഒരു ചെറിയ റിസൾട്ടൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ബോറിംഗ് തോന്നുന്നുണ്ട്. അല്ലാത്ത സമയത്ത് മാറി നിൽക്കും. മാറി എന്നിട്ട് ഞങ്ങൾ സാധാരണ സംസാരിക്കാറുള്ള മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം ഇതൊന്നും ആവശ്യമില്ല. സിനിമ റിക്വയർസ് ഓരോരുത്തരും അവരവരുടെ റോളുകൾ ചെയ്യുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഞാൻ സിനിമയിൽ അവരവരുടെ റോൾസും പൊസിഷൻസും ഭംഗിയായിട്ട് ഓരോരുത്തരും ചെയ്താലേ അത് സിനിമ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏത് രീതിയിൽ നമ്മൾ അലർട്ടായാലും അത് ക്യാമറയിൽ വളരെ അൺനാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് പിന്നെ ആനന്ദ് 2-3 ദിവസം പിന്നെ ലൊക്കേഷനിൽ ചെന്നും നമ്മൾ ഇത് ചെയ്തു. ഇങ്ങനെയുള്ളൊരു ഒരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് അത് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് തോന്നുന്നത്. അല്ല, ഇതൊരു വലിയ ചലഞ്ചാണ്. കാരണം ഇവർ ബ്രില്യൻറ്റ് തിയേറ്റർ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും സിനിമയിലെ അഭിനയം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. കാരണം ഈ പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് മുമ്പിൽ ലെൻസിന് വേണ്ടിയിട്ട് ഇത്ര സെക്കൻഡിന് ഒരു മാക്സിമം ഏറിയാൽ ഒരു 50 സെക്കൻഡ് വരെ പോകുന്ന ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആക്ടിങ് ആണല്ലോ. തുടങ്ങുകയും നിർത്തുകയും ഇടയിൽ നിന്ന് തുടങ്ങുകയും ഒക്കെ ചെയ്യേണ്ട തരം അവർ യൂസ്ഡ് അല്ലാത്ത ഒരു 8ഓളം ആൾക്കാർ ഒട്ടും യൂസ്ഡ് അല്ലാത്ത ഒരു ഫോം ഓഫ് ആക്ടിങ് ആണ്. മാത്രമല്ല ഈ തിയേറ്ററിൽ നിന്ന് വരുമ്പോഴത്തേക്കും തിയേറ്ററിലെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുക ബോഡിയിലാണ് ആക്ടിങ് കിടക്കുന്നത്. ശരീരം കൊണ്ട് ഈ പറയുന്ന ഒരു സ്റ്റേജിൻ്റെ പല കോണുകളിലിരിക്കുന്നവരിലേക്ക് എത്തിക്കണം. സൗണ്ട് കൊണ്ടും എല്ലാമാണ്. അല്ലാതെ സട്ടിലിറ്റി അല്ല തിയേറ്ററിൻ്റെ ആക്ടിങ് ഫോം. അപ്പം മറിച്ച് സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും സട്ടിലിറ്റിയാണ് ഫോം. കാരണം നിങ്ങളുടെ എക്സ്ട്രീം ക്ലോസ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. അവിടെ ശരീരം അനക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 35 ദിവസം ക്യാമറ വെച്ചിട്ടാണ് റിഹേഴ്സൽ ചെയ്തത്. സനോഷ് ചേട്ടൻ, പിന്നെ ജോളി ചേട്ടൻ, ഇവരുടെ ഈ മൈക്രോ റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഒരാൾ ഡയലോഗ് പറയുന്ന സമയത്ത് ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നതും ആ മൈക്രോ റിയാക്ഷൻസും മൂമെൻറ്റ്സും ആണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. അപ്പം ഞാൻ നടനല്ലാത്തതുകൊണ്ട് തന്നെ അവൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും, ചെയ്യണ സമയത്ത് കൂളായിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇതുപോലെ പറഞ്ഞ പോലെ ആ ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദിന് ഭയങ്കര ഗംഭീര എന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞത്. അതെല്ലാം ഓരോരുത്തരും എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ പർട്ടിക്കുലർ എല്ലാവരും ശരിക്കും പറഞ്ഞ നായകന്മാരാണ്. ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഇത് സംഗതി ഒരു പിടിവിട്ട പോക്കാണ്. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ഭയങ്കര വലിയ പോക്കാണെന്ന് മനസ്സിലാവണം. സനോഷ് വന്നിട്ട് നന്ദന തല്ലാൻ പോണ സീനൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇതായി. കാരണം വെച്ചാൽ അവൻ അത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവൻ റിയൽ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ തല്ലാൻ പോയിട്ടുണ്ടാവില്ല. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് പലരും ആ രീതിയിൽ തന്നെ. ഇപ്പോൾ സനോഷ്, പ്രശാന്ത്, ജോളി, ഇവരൊക്കെ ഇത്ര നാൾ എവിടെയായിരുന്നു? ഈ ഒരു കാര്യം വളരെ അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസിനകത്ത്. ആ ഒരു പെർഫോമൻസിനകത്തുള്ള സത്യമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ക്യാമറ ചെയ്ത് അനിരുദ്ധാണ്, സൗണ്ട് ചെയ്ത് ജിക്കു, എല്ലാവരും ഫുൾ ഓണായിരുന്നു, ഫുൾ സപ്പോർട്ടിങ് ആയിരുന്നു. ഷാജുൻചാൻ്റെ ക്യാരക്ടറിന് ആനന്ദ് ഒരു 4-5 ഓപ്ഷൻസ് തന്നിരുന്നു. അതിൽ ഷാജുൻചാൻ്റെ പേര് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ആലോചിക്കേണ്ട, കയറി പിടിച്ചോളാൻ പറഞ്ഞു. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഷാജുൻചാൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി വെരി പ്രൊഫഷണൽ ആക്ടറാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഒരു മനുഷ്യനുമാണ്. ഇന്ന് വരെ ഷാജുൻചാനെ കുറിച്ചിട്ട് ഒരു ഡാർക്ക് ഒരാൾ അടിച്ചാൽ കേട്ടിട്ടില്ല. അപ്പോൾ അയാളുടെ ഒരു ക്യാരക്ടർ നമുക്ക് ജഡ്ജ് ചെയ്യാം. അപ്പോൾ പുള്ളി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്ക് അറിയാം ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന്.
അപ്പം പുള്ളി തിയേറ്റർ പരിപാടികൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പരിശീലനത്തിന് വരികയും തിയേറ്റർ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, നാടകം സ്റ്റേജിൽ കളിക്കുന്നതിൻ്റെ, അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഒരു സ്പേസ് പുള്ളി എൻഷുർ ചെയ്തിരുന്നു. ഷാജോൺ ചേട്ടൻ വരുമ്പോഴും ഷാജോട്ടൻ ആ സിനിമ കാണുമ്പോൾ വരുമ്പോഴും ഷാജോൺ ചേട്ടൻ ഞങ്ങൾ ഗ്രൂപ്പിൽ അംഗമല്ലെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ആ സിനിമ കാണുമ്പോൾ ഞങ്ങളുടെ ഇതായിട്ട് തന്നെ, കാരണം അതുപോലെ പുള്ളി അഭിനയിച്ചേക്കണത്. അത് മാത്രമല്ല അദ്ദേഹം അഭിനയിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു നിന്നിട്ടുണ്ട് എത്ര ഈസി ആയിട്ട് അഭിനയിക്കും. ഞങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. സെറിൻ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം സെറിൻ വേറെ രീതിയിൽ എക്സ്പോഷർ ചെയ്തിട്ടുള്ളൊരു ആക്ട്രസ്സാണ്, വളരെ പ്രൊഫഷണലായിട്ട്. നമ്മൾ ഓഡിഷൻ ചെയ്ത ആ സീൻ ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ആട്ടം. അത് വേറെ ജസ്റ്റ് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡൈനമിക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വേറെ ആനന്ദ് സെപ്പറേറ്റ്ലി എഴുതിയൊരു സീനാണ്, ഒരു സ്മോൾ 2 minute സീൻ. ആൻഡ് ഞാനത് ഭയങ്കര കുറേ അനാവശ്യമായിട്ട് അനലൈസ് ചെയ്തും അണ്ടർലൈൻ ചെയ്തും ഭയങ്കര പ്രിപ്പയർഡായിട്ടാണ് വന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് സെറ്റപ്പ്. ഇറ്റ്സ് മോർ ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് കൊളാബറേഷൻ ആൻഡ് I was more at ease. I felt calmer seeing them. എനിക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറും പ്രൊമിനൻറ്റ് ക്യാരക്ടറും ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു ഓഡിഷന് വന്നിട്ട് ഒരു ചെറിയ സംഭവം അഭിനയിച്ചാൽ നമുക്ക് ഗേജ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ വിനയ എടുത്ത് പറഞ്ഞു, വിനയ ഇതൊരു ചെറിയ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാം, ഒരു 3 minute ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാം. ചെറിയ ചെറിയ സീൻസ് അവിടെ ഇവിടെയും പല ഇമോഷൻസിലൂടെ പോകുന്ന ചെറിയ സീൻസ് അവിടെ ഇവിടെ ബെഡ്റൂമിലും അടുക്കളയിലും ഡൈനിങ് ടേബിളിലും ബാൽക്കണിയിലും ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ വിനയ് എന്ത് ചോദിച്ചാൽ ഈ 5 പേരുടെയും കൂടി ഇത് ചെയ്തു. അപ്പോൾ ഒരു 8 മണിക്കൂർ സ്ട്രെയിറ്റ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 8 മണിക്കൂർ സ്ട്രെയിറ്റ് ഓരോ ആക്ടേഴ്സിൻ്റെയും കൂടെ ഇത് ചെയ്തു. അപ്പോൾ ഇനീഷ്യലി ഞാൻ വിചാരിച്ച അതായത് ഞാൻ ഓൾമോസ്റ്റ് മനസ്സുകൊണ്ട് കാസ്റ്റ് ചെയ്ത ആൾ അന്ന് ആ സമയത്ത് അവിടെ വന്നിട്ട് പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടോ ഫോർ സം റീസൺ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പ്രോബ്ലി സം പേഴ്സണൽ റീസൺസ് അങ്ങനെ ആയിരിക്കാം. അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഓൺ ദ അതർ സൈഡ് എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ 5 പേരും നന്നായി പെർഫോം ചെയ്തു. പക്ഷേ സെറിൻ വന്നിട്ട് എക്സെപ്ഷണലി നല്ല പെർഫോമൻസ് ആയിരുന്നു. സെറിൻ വന്നപ്പോഴേ ഭയങ്കര നെർവസ് ആയിട്ടാണ് വന്നത്. ബാക്കി എല്ലാവരും വളരെ ഈസി ആയിട്ടും, കാരണം എല്ലാവർക്കും സ്ക്രിപ്റ്റ് ഓൾറെഡി കൊടുത്തിരുന്നു. സെറിൻ വളരെ നെർവസ് ആയിട്ട് വന്നു. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു ബാത്റൂം എവിടെയാണ്, എനിക്കൊന്ന് ബാത്റൂമിൽ പോകുന്നു, ഒന്ന് ഫ്രഷനപ്പ് ആവുന്നു, വരുന്നു, അധികം ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ആ സീൻ അങ്ങ് പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലായി പ്രോബബ്ലി ദിസ് ഇസ് ദ പേഴ്സൺ. അപ്പോൾ അതൊരു സർപ്രൈസാണ്. ആ ഫിലിം ഇട്ടു, ഞങ്ങളെല്ലാവരുടെയും ഓഡിഷൻ ടേപ്പ് കട്ട് ചെയ്ത് 5 ഫിലിമാക്കി ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് ആക്ടേഴ്സിനെയും എല്ലാവരെയും വെച്ചിട്ട് ടെക്നീഷ്യൻസിനെയൊക്കെ വെച്ച് പടം കണ്ടിട്ട് ഓൾമോസ്റ്റ് യുണാനിമസ് ആയിരുന്നു സെറിനാണ് എന്ന്. അവിടെ നിന്നാണ് സെറിൻ ഓൺ ബോർഡ് വരുന്നത്. ഷെറിൻ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഇവരെല്ലാവരും വളരെ സുഹൃത്തുക്കളും വർഷങ്ങളായി പരിചയമുള്ള ആൾക്കാരുമാണ്. ഞാനാണ് ഇവരുടെ ഇടയിലേക്ക് ചെന്ന പുതിയൊരാൾ. ഇവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ ജെല്ലാകും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എത്രമാത്രം ഇവരുടെ ഇടപഴകാൻ പറ്റുന്ന ആ സംശയം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ കടന്നു നിന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഞാനും അവരെപ്പോലെ തന്നെയാണ് എന്നെയും കണ്ടത് എന്നത്. ഈ ഗ്രൂപ്പിലേക്ക് ഇനി പുതിയൊരാൾ വന്നാലും അവർക്ക് ഈ കൂട്ടത്തിൽ ജെല്ലാവാനായിട്ട് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല. അന്ന് ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്നേഹമുണ്ടല്ലോ, ഇവർ തമ്മിലുള്ളൊരു ആ അടുപ്പമാണ് ഇവരെ കൊണ്ട് ഈ ഫിലിം ചെയ്യിച്ചത്. അപ്പോൾ ഇത് തിയേറ്ററിൽ മാത്രം തരുന്ന, ഇവരൊന്നിച്ച് വർക്ക് ചെയ്യുന്ന സിനിമയിലാണെങ്കിൽ നടക്കില്ല. ഇവരൊന്നിച്ച് വേറൊരു പ്രൊഫഷണൽ ചെയ്തതെങ്കിൽ ഇത് നടക്കില്ല. ഇത് ഈ തിയേറ്ററിൽ ഒരുമിച്ച് നടക്കുക, ഇതിൻ്റെ ചില ടെൻഷൻസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ചില ഹാപ്പിനെസ് ഉണ്ട്, ഇതിൻ്റെ പ്ലഷേഴ്സ് ഉണ്ട്, അത് ഒരുമിച്ച് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സുഖങ്ങളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഒരുമിച്ചാണ് ഇവർ അനുഭവിക്കുന്നത്. ഈ പെർഫോം ചെയ്യുന്ന ഒരുമിച്ചാണ്, ഒരേ സമയത്താണ് അവർ ഓഡിയൻസിനെ കാണുന്നത്, ഒരു സമയത്താണ് അവർ ഒന്നിച്ച്, അവർക്ക് കയ്യടിയാണെങ്കിലും കൂവലാണെങ്കിലും ഒന്നിച്ചാണ് കേൾക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല. They were very welcoming in fact, and they were very curious about me and I was curious about them, so that really helped. If that curiosity wasn't there, I don't think Atom would be what it is right now. ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു വലിയ സംഭവത്തിലേക്കാണല്ലോ പോണത്. ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. സെൽവൻ ചേട്ടനൊക്കെ നാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഭയങ്കര റിയലായിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ. ഒരു കലാകാരൻ മനസ്സിലാവണം, നമുക്ക് എന്ത് ജോലി ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി സിനിമയിൽ നല്ല നടനായാൽ ഭാഗ്യമുണ്ടെങ്കിൽ ആയാൽ പോലും ഞാൻ അത് തന്നെയാണ്. സെറീനും പിന്നെ ഞങ്ങളുടെ കാറിൽ വരുന്ന സീൻ, മഴയത്ത് വരുന്ന സീനാണ് ഞാൻ കണ്ടത്. ഫസ്റ്റ്
ഷോട്ട് പിന്നെ എന്തോ തൃപ്തിയായില്ല. എനിക്കൊന്ന് ഇങ്ങനെ സെറീൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വളരെ ഞങ്ങളാരും കേട്ടില്ല എന്താ പറയണമെന്ന്. ഒന്ന് ചെറിയൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് 1 മിനിറ്റിന് തിരിച്ചു വന്നു. സെക്കൻഡ് ഷോട്ട്, സെക്കൻഡ് ടേക്ക്, ഓക്കെ നമ്മുടെ പോകുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ആക്ടേഴ്സിനെ കൊണ്ട് എന്താ വേണ്ടെന്നുള്ള കാര്യം ചെയ്യിച്ചെടുക്കാനുള്ള ഒരു ബ്രില്യൻസാണ് ഞാൻ ഷൂട്ടിൽ കണ്ടത്. ഞാൻ അതിനകത്ത് ഒരു സീനിൽ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ എക്സ്പീരിയൻസ് ആയതാണ്. ഹി നോസ് വാട്ട് ഹി വാണ്ട്സ്, ഹി നോസ് ഹൗ ടു എക്സ്ട്രാക്ട് ഇറ്റ്. ആൻഡ് അന്നേ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രീ കണ്ടപ്പോൾ എൻ്റെ ബ്രില്യൻ സ്ക്രിപ്റ്റിംഗ്, ദി വേ ഹി അറേഞ്ചസ് ദ പ്ലോട്ട് സ്ട്രക്ചറിങ്, ദി നറേറ്റീവ്, അത് ഇറ്റ്സ് റിയലി ബ്രില്യൻറ്റ്. ഇറ്റ്സ് ഓക്കെ ഇഫ് യു ആർ ബാഡ്, യു ജസ്റ്റ് ഹാവ് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ് എന്ന അതൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഈ ആനന്ദും നമ്മുടെ ആക്ടേഴ്സുമാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന ഈ സിനിമയുടെ ഹാർട്ട് എന്ന് പറയുന്നത് സെറിൻ്റെ ഒരു ക്യാരക്ടറാണ് സിനിമ. അല്ലെങ്കിൽ ഇപ്പോൾ സെറിൻ ഇത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഒരു കോ ആക്ടർ എന്നുള്ള തരത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്നത് പോലെ തന്നെ കാര്യം അത്രക്ക് പാഷനേറ്റ് ആയിട്ടും അത്രക്ക് ഇൻവോൾവ് ആയിരുന്നു സെറിൻ ഈ പ്രോസസ്സിൽ. ഒരു ഷൂട്ടിംഗ് സെറ്റായിട്ട് പലപ്പോഴും തോന്നാറില്ല. ഈ പറഞ്ഞ 2 മാസം റിഹേഴ്സലിന് 2 മാസമാണെങ്കിലും ഷൂട്ടിൻ്റെ അടുത്ത റിഹേഴ്സൽ 1 മാസം, ഷൂട്ടിന് 1 മാസം, മൊത്തം 2 മാസം നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നത്. ഫുൾ ഹാപ്പി ആയിരുന്നു. കഷ്ടപ്പാടിൻ്റെ ഇടയിലും നാടകവും അത്രയും സ്നേഹിച്ച് ഇവർ ഇത്രയും വർഷം നിന്നത് തന്നെ അത് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും സിനിമ തന്നെയാണ് എല്ലാവരും. സിനിമയിൽ ഒരു നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ചിലപ്പോൾ വിനയിക്കായിരിക്കും. ഞാൻ ഓൾറെഡി കാസ്റ്റാണ് കൊടുക്കുന്നത്, സ്ക്രിപ്റ്റ് ഇല്ല. ഈ പറയുന്ന 11 പേരെ വെച്ചിട്ട് ഒരു തിരക്കഥ എഴുതുകയും ഈ 11 ആക്ടേഴ്സിനെ നമ്മൾ 10-35 ദിവസം ട്രെയിൻ ചെയ്യുകയും എന്നിട്ട് അവരെ വെച്ചൊരു സിനിമ ഉണ്ടാക്കുകയും ആ സിനിമ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന അതൊട്ടും എളുപ്പമല്ല. ഇതിൻ്റെ ആക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വോയിസ് മെസ്സേജ് ഞാൻ കേൾക്കുന്നു. ഞാൻ കേട്ടിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ട് ഞാനിങ്ങനെ ഷവറിലിരിക്കാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് 11 പേരെ വെച്ചിട്ട് 11 ആൾക്കാരുണ്ട്, 11 ആണുങ്ങളുണ്ട്. 11 ആണുങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് കൊടുക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങളായിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചപ്പോൾ സത്യത്തിൽ ആ ഷവറിൻ്റെ ഇടയിൽ കിട്ടിയതാണ് കംപ്ലീറ്റ് സ്റ്റോറി സംഭവിക്കുന്ന ആ ഒരു ഷവറിലാണ്. ഇത് ഞാനധികം പറയാത്തത് കാരണം പറഞ്ഞാൽ ഇത് പലരോടും ഇതൊരു പറഞ്ഞില്ല, കാരണം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല, കുറച്ചൊരു എക്സാജറേറ്റഡ് സാധനമായിട്ട് തോന്നും. പക്ഷെ സത്യം അതാണ്. അപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇവരായിട്ട് തന്നെ ചെയ്യട്ടെ, ഇവരായിട്ട് നാടകക്കാരാണ്, അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായ മേഖലയിൽ വേറൊന്നും ആവാതെ ഇവരായിട്ട് തന്നെ പെരുമാറട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു ക്രൈം സംഭവിച്ചാൽ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആലോചന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പും ഒരു വ്യക്തിയും തമ്മിലുള്ള ഡൈനാമിക്സ് എന്തായിരിക്കും. 11 ആണുങ്ങൾ ഒരു ഗ്രൂപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി എന്ന് പറയുന്നൊരു പെണ്ണാണെങ്കിൽ അത്രയും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ്. കാരണം കാസ്റ്റ് ഓൾറെഡി നടന്നിരുന്നു. സാധാരണ ഒരു സിനിമയിൽ ഐഡിയ ഉണ്ടാകുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഫൈനൽ പ്രോസസ്സാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആട്ടത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് ആദ്യം തന്നെ കാസ്റ്റ് ഉണ്ട്. 11 പേരെ വെച്ച് ഇവർക്ക് വേണ്ടി എഴുതിയ സിനിമയാണ്. 11 പേര് ആണുങ്ങളുടെ കൂട്ടം, ഒരു പെണ്ണ് എന്ന് പറയുന്നു. പിന്നീടാണ് 12ാമതായിട്ട് ഹരിയുടെ ക്യാരക്ടർ 12 ആണുങ്ങളും ഒരു പെണ്ണുമായിട്ട് മാറും. അപ്പോൾ ഈ തോട്ട് വന്നു. അപ്പം ആ ക്രൈം എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ക്ലൈമാക്സും കിട്ടി. ആ ക്ലൈമാക്സ് കിട്ടലാണ് ഏറ്റവും ടഫായിട്ടുള്ളൊരു സിനാരിയോ സിനിമയിൽ. അപ്പോൾ ക്ലൈമാക്സ് കിട്ടിയ അപ്പോൾ തന്നെ ഞാൻ ഷവറിൽ നിന്ന് ഇറങ്ങി വന്ന് സത്യം പറഞ്ഞാൽ ആ ടർക്കി ഇട്ടുകൊണ്ട് തന്നെ ആയിട്ട് ഞാൻ വിനയനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഇതിൻ്റെ ഒരു പ്ലോട്ട് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് 2.5 മിനിറ്റിൻ്റെ വോയിസ് മെസ്സേജ് അയച്ചു. വിനയ അപ്പം തന്നെ വിളിച്ചു. വിനയ പറഞ്ഞു, എടാ ഞാൻ ഇതുവരെ കോവിഡ് സമയത്ത് കേട്ട കഥകളിൽ ബെസ്റ്റാണ് ഇത്, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, എന്താ ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഇത് ടേക്ക് ഓഫ് ചെയ്യാം. ഇതിന് ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും പലരും ഒരേ കാര്യം പറഞ്ഞത്, ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരു തുടക്കം മുതൽ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമില്ല. എനിക്ക് നിസ്സംശയം ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മളെല്ലാവരും എല്ലാവരും ഒരേ രീതിയിൽ ആ സൗഹൃദം ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തേക്കണം. ആട്ടം എന്ന് പറയുന്നൊരു സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ സ്വപ്നം നിറവേറുമോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാര്യം അത്ര ഡെലിക്കേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ പരിപാടിയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ച് അവരുടെ ഏറ്റവും നല്ല സ്ട്രെങ്ത്ത്
കണ്ട് നമ്മൾ അത് ക്യാപ്ചർ ചെയ്ത് അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു ചലഞ്ച്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള, പുറത്ത് ഭയങ്കര സംസാരം നടക്കുന്നൊരു വിഷയം എടുത്തിട്ട് എങ്ങനെ പുറത്തെ സംസാരത്തിന് അനുയോജ്യമല്ലാതെ, അതിന് കേറ്റർ ചെയ്യാതെ, ആ ഒരു പ്ലേയിങ് ടു ദ ഗാലറി ആവാതെ എങ്ങനെ സിനിമാറ്റിക് ആയിട്ട് അതിൻ്റെ വേറെ ഡൈമെൻഷൻസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെ ഹ്യൂമൻ മൈൻഡിനെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെ സൈക്കിയെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെ ഹ്യൂമൻ ബിഹേവിയറിനെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെ സോഷ്യൽ കോണ്ടെക്സ്റ്റുകൾ, മനുഷ്യൻ ഒരു 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 ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോഴുള്ള അവൻ്റെ അവസ്ഥകളെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, ഇതൊക്കെയായിരുന്നു ആലോചന. ഞാൻ സെറ്റിലാകാൻ പോണ സമയത്ത് കയറിയിട്ടുള്ള എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ അന്നേരം ഇവിടെ എന്താ വെച്ചാൽ ആളുകൾ കാണുന്ന ആളുകൾ തന്നെ അവർ തന്നെ എന്നുള്ള രീതിയിൽ ഇയാൾ കൊണ്ട് കളഞ്ഞു എന്നുള്ള രീതിയിൽ ഇവരുടെ ചില ശബ്ദങ്ങളൊക്കെ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെയായിരിക്കും അത്. അപ്പോഴേ അങ്ങനെ ചില സ്ഥലങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ റിപ്ലൈ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗോവയിൽ പോയിട്ട് വേറൊരാൾ പറഞ്ഞിട്ടാണ് എനിക്ക് അറിഞ്ഞത്, നേരിട്ടല്ല. അയാളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു വെക്കറേ എന്നെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യം തോന്നി. അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കേട്ടു. എനിക്ക് ആകെപ്പാട് കിട്ടിയ കമൻറ്റ് എന്നെപ്പറ്റി അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരുപാട് പേരെ പറ്റി ഒരുപാട് കമൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൽ പല പേര് അവാർഡുണ്ടോ? നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള തീരുമാനമായിരുന്നു തോന്നുന്നു. നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽസിന് പോകാൻ അതിനുള്ളൊരു ക്വാളിറ്റി അവരതിൽ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും. പടം ഇറങ്ങാൻ വൈദ്യയിൽ വളരെയേറെ വിഷമമുണ്ടുള്ളത് പറഞ്ഞാൽ പലരും ഇങ്ങനെ ചോദിക്കുക എന്നാ ഇറങ്ങണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓരോ ഫെസ്റ്റിവലിന് പോയേക്കാണെന്നൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അമേരിക്കയിൽ ഫെസ്റ്റിവലിന് കിട്ടിയത്. അതിന് ചില അവാർഡുകൾ കിട്ടി. അതിൻ്റെ ഒരു ഭയങ്കര രസകരമായ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. കാരണം നമ്മൾ ഈ പടം കഴിഞ്ഞു, പടം ആൾക്കാരെ കാണിച്ചു തുടങ്ങിയിരുന്നു, സ്ക്രീനർ ലിങ്ക്സ് അയച്ച് കൊടുത്തു തുടങ്ങിയിരുന്നു. അപ്പം ചില റിവ്യൂവേഴ്സിനൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പം ഫസ്റ്റ് പോസ്റ്റിലെ അന്ന വെട്ടിക്കാട് പടം കണ്ടിട്ട് ഒരു ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു റിവ്യൂ പടത്തെക്കുറിച്ച് ഇടുന്നു. ഈ റിവ്യൂ കണ്ടിട്ടാണ് നമ്രത ജോഷി എന്നെ വീണ്ടും ഓർക്കുന്നതും ഈ പടത്തെക്കുറിച്ച് ഓർക്കുന്നതും വിളിക്കുന്നതും പടം അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എൻട്രി ആയിട്ടാണ് അവർ ഓൾറെഡി US-ലെ ആ ഫെസ്റ്റിവലിലെ ഫിലിംസിൻ്റെ സെലക്ഷൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് എൻട്രി ആയിട്ട് ഈ പടം ഒന്ന് അയച്ചു നോക്കാം നമുക്കെന്നൊക്കെ പറഞ്ഞ് സിനിമ ചെല്ലുന്നു, അവർ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് ഫണ്ണി ഈവൻസ് ആണ് ത്രൂ ഔട്ട്. പിന്നെ എനിക്ക് വിസയൊന്നുമില്ല, പക്ഷേ എമർജൻസി ലെറ്റർ അവരെനിക്ക് അയച്ചു തരുന്നു. ഇമ്മീഡിയറ്റ്ലി എനിക്ക് വിസ കിട്ടുന്നു. നമ്മൾ US-ൽ പോകുന്നു, സാറും വന്ന് US-ലേക്ക് പോകുന്നു. അവിടെ വളരെ ഘടാഘടിയന്മാരായ സിനിമാക്കാരും സ്റ്റുഡിയോ ബാക്ക്ഡ് സിനിമകളും ഒക്കെ ഉള്ള സ്പേസിൽ നമുക്ക് ബെസ്റ്റ് ഫിലിം, ഗ്രാൻഡ് ജൂറി ബെസ്റ്റ് ഫിലിം കിട്ടുകയാണ്. പിന്നെ കേൾക്കുന്ന IFFK, അതിനുശേഷം ഇപ്പോൾ ഗോവൻ, ഐഫി, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ജിയോ മാമിന്ന് ഞാൻ കേട്ടിട്ട് പോലും എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ കുറേ ഫെസ്റ്റിവലൊക്കെ ഉണ്ടെന്ന് കേൾക്കണ പോലും. അപ്പോൾ അവിടെ എൻട്രി കിട്ടി. ഞാനിവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫെസ്റ്റിവലിലൊക്കെ പോകണമെന്ന്. പക്ഷേ അതിന് ഞാൻ അഭിനയിച്ച ഞാനും കൂടെ ഒരു പാർട്ടായ ഒരു പടം അവിടെ കാണിക്കുമ്പോഴൊരു സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. അതാണ് വൺ ഗ്രേറ്റ് തിങ് അബൌട്ട് ദിസ് പ്രൊഡക്ഷൻ ഹൗസ്. എനിക്കറിയില്ല വേറെ പ്രൊഡക്ഷൻ ഹൗസസ് ഇങ്ങനെ ചെയ്യുമോ, എനിക്കറിയില്ല കേട്ടോ. ചെയ്യുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് കണ്ട് പറയാനുള്ള അനുഭവങ്ങൾ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം US-ൽ നമുക്ക് അവാർഡ് കിട്ടുമ്പോൾ സാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സാർ ദാറ്റ് വാസ് എ ഹ്യൂജ് മൊമെൻറ്റ് ഫോർ ഹിം. പുള്ളി ഒരു കുഞ്ഞിനെ പോലെ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടാണ്. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് പറയുന്നതും അത്ര എക്സൈറ്റഡ് ആയിട്ട് വിളിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് അപ്പോഴേ സാറ് തീരുമാനിച്ചിരുന്നു നമുക്ക് മാമിയിൽ ബോംബെയിൽ ഫെസ്റ്റിവലിൽ ഇത് കിട്ടിയപ്പോഴത്തേക്കും ആക്ടേഴ്സിനെ എല്ലാം അവിടെ കൊണ്ടുപോകാം, അത് ഡോക്യുമെൻ്റ് ചെയ്യാം, അവർക്കും ഒരു അനുഭവം ആവട്ടെ. ഈ ഫെസ്റ്റിവലിൽ സിനിമ കാണിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റെഡ് കാർപ്പറ്റ് വാക്കൊക്കെ ഉണ്ടല്ലോ, അതും ഓഡിയൻസായിട്ടുള്ള ഇൻട്രാക്ഷനും. അങ്ങനെ ഇവരെ എല്ലാവരെയും ഫ്ലൈറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സാധാരണ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ആക്ടേഴ്സിനെയും ഡയറക്ടറിനെയും മാത്രം കൊണ്ടുപോയാൽ മതി.
ആരാണോ ഫേസസ്, പുതുമുഖങ്ങളെ ആരും അറിയില്ല. അപ്പം നമ്മൾ ഈ മാർക്കറ്റിംഗ് അവിടുത്തെ PR ഒക്കെ ചെയ്യാൻ നേരത്ത് അവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും പുതുമുഖങ്ങളാണ്, പ്രസ്സിനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ്. ഈ ഹോൾ ഗ്രൂപ്പിനെ കൊണ്ടുവന്നു, അവിടെ താമസിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനീഷ്യൽ പ്ലാനിൽ ബോംബെയിലേക്ക് മാത്രമേ ഇവരെ കൊണ്ടുവരാനായിരുന്നു. ഇവരെ കൊണ്ടുവന്ന് അന്ന് അവർക്കൊരു പാർട്ടി കൊടുക്കുന്നു. ആ പാർട്ടിയിൽ എല്ലാവരും വളരെ ഇമോഷണലാവുന്നു, കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, പല പല പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നു. അപ്പോൾ ഇതെല്ലാം സാറ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രൊഡ്യൂസർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പുള്ളി കാണുമ്പം പുള്ളിയുടെ അടുത്ത ആൾക്കാർ പോയി, ആക്ടേഴ്സ് എല്ലാവരും പോയി അവരുടെ സ്നേഹവും നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം അറിയിക്കുകയാണ്. അപ്പോൾ ദാറ്റ് ബിക്കം എ വെരി ഇമോഷണൽ സീൻ, ഭയങ്കര ഇമോഷണൽ സീനാണ്. അപ്പോൾ അന്ന് രാത്രി ഞാനും സാറും കൂടി ഇങ്ങനെ റൂമിലിരുന്ന് ഒരു ഡ്രിങ്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞു, ആനന്ദ്, ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് ഫിലിം, എൻ്റെ ബെസ്റ്റ് വർക്കാണ്. അപ്പം ഇനി ഇതൊരു അസറ്റാണ്, ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഗെയിം അല്ല. ഇറ്റ് ഈസ് നോട്ട് എനിമോർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഈ പാരലലി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഗോവയിലേക്ക് അടുത്ത ഫെസ്റ്റിവൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഗോവയിലാണ്. അപ്പോൾ പാരലലി ആക്ടേഴ്സിൻ്റെ ഇടയിൽ ചർച്ച എന്ന് വെച്ചാൽ ഗോവയിൽ പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ചെന്ന് അവിടെ താമസം, ട്രാവൽ, ഈ പൈസ ഇപ്പോഴും പെട്ടെന്ന് ഒരു 2000 രൂപ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. അങ്ങനെ എന്നാൽ പിന്നെ പെട്ടെന്ന് പോയിട്ട് ജനറൽ ക്ലാസ്സിൽ പോയിട്ട് നമ്മുടെ സിനിമ കണ്ട് വൈകിട്ട് തിരിച്ചു വരാം, അങ്ങനത്തെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ സാറുമായിട്ടിരിക്കും. സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അപ്പോൾ സാറിൻ്റെ ഫിനാൻസ് ഹെഡുണ്ട് അനൂപ്, എല്ലാവരും ഗോവയിലോട്ട് വരട്ടെ, ആക്ടേഴ്സ് എല്ലാവരും ഗോവയിലോട്ട് വരട്ടെ, ഇനി അതിനകത്തൊന്നും നോക്കണ്ട, എല്ലാവരും വരും. അപ്പോൾ ഞാനിവിടുന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം സെറ്റ്, ഡോണ്ട് വറി, ഗോവ ഇസ് ഓൺ. ദെൻ ഈ ആക്ടേഴ്സിനെ എല്ലാവരും ഗോവയിൽ വന്നു, സെയിം സീൻ. ലൈക്ക് അത് കഴിഞ്ഞ് എല്ലാ ആക്ടേഴ്സിനെയും ഇപ്പം IFFK ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ ഓരോ സമയത്തും സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമയുടെ ഒരു റവന്യൂവും തിരിച്ചു വന്ന് തുടങ്ങിയിട്ടില്ല. ആ സ്പേസിലാണ് ഈ പറഞ്ഞ എത്രയോ ലക്ഷങ്ങൾ മുടക്കണം, ഈ പറഞ്ഞ 10-12 ആക്ടേഴ്സിനെയും, ഈവൻ ടെക്നീഷ്യൻസ്, എഡിറ്റർ, സൗണ്ട് ഡിസൈനർ, പ്രൊഡക്ഷൻ സൗണ്ട് മിക്സർ എല്ലാവരെയും കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു 10-15 പേരെ ബോംബെ കൊണ്ടുപോകുന്നു, ഗോവയെ കൊണ്ടുപോകുന്നു, ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകുന്നു, ഗിവിങ് ദം ബെസ്റ്റ് ഓഫ് ദ താമസം, ബെസ്റ്റ് ഓഫ് ദ ഫുഡ് എല്ലാം കൊടുക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് റിക്വയർസ് എ വെരി എംപത്തറ്റിക് പ്രൊഡ്യൂസർ, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ. സിനിമേനെ ഒരു ബിയോണ്ട് ബിസിനസ്, അതിൻ്റെ ആർട്ടും അതിൻ്റെ എസ്തെറ്റിക്സും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മനുഷ്യരോടുള്ള ഒരു എംപത്തിയൊക്കെ ഉള്ള ഒരു ആൾക്കാണത് പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു അർത്ഥത്തിൽ ഒരുപക്ഷെ ഞാൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഡെബ്യൂട്ടാൻ ഫിലിം മേക്കറാണ്. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണേ. ഈ സൽമാൻ ഖാനെ റെഡ് കാർപ്പറ്റിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു, അത് കഴിഞ്ഞ് വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ റെഡ് കാർപ്പറ്റിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു. ഇതിലൂടെയല്ലേ രാവിലെ നമ്മൾ ഇതേപോലെ തന്നെ നടന്നു പോകുന്നത്. നമ്മളിങ്ങനെ ചുറ്റുമുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും സന്തോഷമായാലും സിജിനായാലും സനോഷായാലും ജോളിയാണെങ്കിലും ഐച്ചേട്ടനും സെൽവൻ ചേട്ടൻ്റെയൊക്കെ എന്തോ ഒരു മേഘത്തിൻ്റെയൊക്കെ മുകളിൽ എത്തിയതുപോലത്തെ ഒരു അവരനുഭവിക്കുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സന്തോഷമുണ്ട്. ആദ്യ സിനിമയിൽ തന്നെ അത് കിട്ടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം റെഡ് കാർപ്പറ്റ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വേറെ ആളുകളെ റെഡ് കാർപ്പറ്റിലൂടെ കൊണ്ടുപോകുന്ന പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് ആദ്യമായിട്ട് നടന്നു തന്നെ അനുഭവിക്കുകയാണേ. ഇനി ആട്ടം ഇറങ്ങിയതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെ മാറുന്നു, അവർക്ക് എങ്ങനെ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കൊരു വ്യക്തി എന്നുള്ള തരത്തിൽ ഞാൻ ഈ സിനിമ ചെയ്തിട്ട് എന്ത് ഏൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഈ ഗ്രൂപ്പ് എന്ത് ഏൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഭയങ്കര ജീനിയസ് ആയിട്ടുള്ളൊരു റൈറ്റർ കം ഡയറക്ടറാണ്. കാര്യം ഒരു സ്പേസിൽ മെജോറിറ്റി കാര്യങ്ങൾ ഒരു സ്പേസിൽ നടക്കുന്ന ഒരു സിനിമയിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഇത്ര ലോജിക്കലായിട്ട്, ഇത്ര എൻഗേജിങ് ആയിട്ട്, ഇത്ര എൻ്റർടൈനിങ് ആയിട്ട് ഈ സിനിമ പാക്ക് ചെയ്യുക, ആക്ടേഴ്സിന് ഇത്ര നന്നായിട്ട് അഭിനയിപ്പിക്കുക, അവസാനം ഈ സിനിമ ഇത്രത്തോളം ട്രാവൽ ചെയ്യുക, ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യൻ പനോരമയുടെ ഓപ്പണിംഗ് സിനിമയാകുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ
ഇപ്പം നമുക്ക് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആനന്ദ് എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഒരു സുഹൃത്ത് എന്നുള്ള തലത്തിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചെയ്യാവുന്ന ഈ ജന്മം ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പലർക്കും കഴിയാത്ത ചില കാര്യങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് സംഭവിച്ചേക്കണം കിട്ടിയത്. അതിൽ എന്താണിത്, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഇപ്പോഴും വളരെ എന്താ പറയുക ആഹ്ലാദത്തിലാണ് ഞാൻ. പക്ഷെ ആട്ടം എന്നുള്ളൊരു സിനിമയാണ് നമുക്കൊരു സ്പേസ് നൽകുക. ആട്ടം എന്ന പേരിലായിരിക്കും മിക്കവാറും ഞാൻ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. എനിക്കിനിയിപ്പം ലോകത്തെ ഏത് ആക്ടറിൻ്റെ മുമ്പിലും ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും അഭിനയിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് ആട്ടത്തിൻ്റെ എക്സ്പീരിയൻസും ആനന്ദ് തന്നിട്ടുള്ളൊരു ഊർജവുമാണ്. ഇപ്പം എന്നെ മനസ്സിലാക്കിച്ച ഒരു സിനിമയാണ് ഈ ആട്ടം. അപ്പോൾ എനിക്ക് എന്നെ മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, ഈ ഞങ്ങളെല്ലാവരെയും ഒന്നും കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ പൂർണ്ണതയിലെത്തുന്നത് എൻ്റെ ഈ പറയുന്ന സുഹൃത്തുക്കൾക്ക് സിനിമയിൽ അഭിനയിച്ച് അല്ലെങ്കിൽ ഒരു കലാപ്രവർത്തനം നടത്തി അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരവസ്ഥയിലെത്തുമ്പോഴാണ്. കാര്യം അവരിപ്പോൾ ജീവിക്കാൻ വേണ്ടി പല തരത്തിലുള്ള ജോലികൾ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സിനിമയുടെ പൂർണ്ണത അവിടെ കാണുന്നത്. ഞങ്ങൾക്ക് തിയേറ്ററിൽ ഈ സിനിമ വലിയ വിജയമാക്കണം. ഈ സിനിമയിലൂടെ എൻ്റെ ഈ പറയുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവണം, ഒരു ബെറ്റർ ആർട്ട് ലൈഫ് ഉണ്ടാവണം, അവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഉണ്ടാവണം, അവരെ തേടി സിനിമകൾ വരണം. ഇതൊരു തുടക്കമാണ്, ഇതൊരു ഭാഗ്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ കാണുന്നത്. ഇത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക, കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. തീർച്ചയായിട്ടും എനിക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നാടകത്തിൻ്റെ ലോകം വേറെയാണ്, സിനിമയുടെ ലോകം വേറെയാണ്. കാരണം ഞാനത് മനസ്സിലാക്കിയത് ഇപ്പം ഈ ഒരു കുറച്ച് നാളുകൾ കൊണ്ടാണ്. 500 പേര് പടം കണ്ടിട്ട് 500 പേർക്കും പടം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തിയേറ്ററിക്കലാണ്, അല്ലെങ്കിൽ തിയേറ്ററിൽ വർക്ക് ആവുന്നുള്ളതാണ്. ആട്ടം ഒരു സിനിമ എന്നുള്ള രീതിയിൽ ആട്ടം എന്തുകൊണ്ടും ഒരു സൗഹൃദത്തിൻ്റെ കഥയാണത്. There is no one particular version of truth which is important. There are multiple truths and all of them can be valid and they can all coexist. ഇതൊരു 12 ആണുങ്ങളും ഒരു പെണ്ണും ഉള്ള ഒരു നാടക സംഘത്തിൽ നടക്കുന്നൊരു ക്രൈമിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഒരു പ്രൊസീജിയറൽ ഡ്രാമയാണ്. അതിന് ഒരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷനാണ് സിനിമയുടെ ഒരു 3/4 ഓഫ് ദ സിനിമ ക്രൈമിന് ശേഷം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയറൽ ഡ്രാമയാണ് എന്ന് വേണേൽ പറയാം. പക്ഷേ ഈ പറയുന്ന പോലെ മനുഷ്യർ സ്വഭാവം ഉണ്ടല്ലോ, ചിലപ്പോൾ എങ്ങനെ മാറും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഇതുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യം ഈ സിനിമയിൽ അവശേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പറയാം.